ഗുഡ് ഈവനിങ് ഡിയർ ആസ്പിറൻസ്. അനന്ത IAS അക്കാഡമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിസ് സെഷനിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ ന്യൂസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അധികം കടികെട്ട് ആർട്ടിക്കിൾ ഒന്നും ഇല്ലാത്തൊരു ന്യൂസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നു. നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകുന്ന ന്യൂസുകളായിരുന്നു ടോട്ടലി ഉണ്ടായിരുന്നത്. നമ്മൾ മുന്നേ പരിചയപ്പെട്ടിട്ടുള്ള ന്യൂസുകൾ ഇന്ത്യ ഇസ്രായേൽ വാർ ആണെങ്കിലും, ദെൻ ഇന്ത്യ ഇസ്രായേൽ അല്ല, ഇസ്രായേൽ പാലസ്തീൻ വാർ ആണെങ്കിലും, ദെൻ ഇന്ത്യയുടെ ജസ്റ്റിസിനെ, ഒരു ഹൈക്കോടതി ജസ്റ്റിസിനെ ജയശ്വന്ത് വർമ്മയെ നമ്മൾ ഇംപീച്ച് ചെയ്യുന്നതിനുള്ള മോഷനൊക്കെയാണ് ഫസ്റ്റ് പേജിൽ ഉണ്ടായിരുന്നത്. സോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ടുവേഴ്സ് ദ എൻഡ് ഡിസ്കസ് ചെയ്യാം. സോ ഇന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാതെ പോയിട്ടുള്ളായിരുന്ന ഒന്ന് രണ്ട് ആർട്ടിക്കിളുകളെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. സോ ഫസ്റ്റ് ആർട്ടിക്കിൾ, ജെൻഡർ ഡിസ്പാരിറ്റി ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ. ഇന്ന് വേൾഡ് ഓർഗൻ ഡൊണേഷൻ ഡേ ആണ്, August 13. സോ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നമ്മളൊന്ന് എടുത്ത് പരിശോധിക്കുകയാണ്. ദെൻ അതുമാത്രമല്ല, എങ്ങനെ ഒരു സെക്കൻഡ് ഓപ്പൺ എഡിറ്റോറിയലിലേക്ക് വരുമ്പോൾ ഒരു ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ ഇന്ത്യയുടെ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ മെച്ചപ്പെടുത്താം, അല്ലെങ്കിൽ ഇപ്പോൾ ഉള്ള പ്രോബ്ലംസ് എന്താണെന്ന് അവിടെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ റിലേറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നോക്കാം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓർഗൻസ് ഡൊണേറ്റ് ചെയ്യുന്നത് ജെൻഡർ വൈസ് സ്ത്രീകളാണ്. 63% ഓഫ് ഡോണേഴ്സും സ്ത്രീകളാണ് ഇന്ത്യയിൽ. ഓക്കെ, ഏകദേശം 36,000-ഓളം ആളുകൾ സ്ത്രീകളായിട്ട് ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. സ്ത്രീകൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നുണ്ട്. വൃക്കകളാകാം, ഹൃദയമാകാം, ഐറിസ് ആകാം, അങ്ങനെ ഡിഫറെന്റ് പാർട്ടുകൾ സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ ഡൊണേറ്റ് ചെയ്യുന്നത്. എന്നാൽ സ്ത്രീകൾ റിസീവ് ചെയ്യുന്നത്, അതായത് സ്ത്രീകൾ ഓർഗൻ റിസീവ് ചെയ്യുന്നത് ബയസ്ഡ് ആയിട്ടാണ്. വിച്ച് മീൻസ് ടോട്ടൽ റെസീപ്റ്റ്സ് സ്ത്രീകളുടെ ഭാഗത്തു നിന്നുള്ളത് കുറവാണ്. ഓക്കെ, ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ഹേർട്ട് ഇംപ്ലാന്റേഷൻ അല്ലെങ്കിൽ ഹേർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്ന സന്ദർഭങ്ങളിൽ 24% മാത്രമേ എന്ത് വരുന്നുള്ളൂ, സ്ത്രീകള് ഇംപ്ലാന്റ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത് വെക്കുന്നുള്ളൂ. ദെൻ കിഡ്നിയുടെ കേസിലാണെങ്കിൽ അത് കുറച്ച് കൂടുതലാണ്, 36-38% വരുന്നുണ്ട്. ദെൻ ലിവറിന്റെ കേസിലാണെങ്കിൽ കുറവാണ്, 30% അടുത്ത് മാത്രമേ ഈ കേസുകൾ വരുന്നുള്ളൂ. ദെൻ പാൻക്രിയാസിന്റെ കാര്യത്തിലാണെങ്കിൽ ടോട്ടൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു 17-18% മാത്രമേ സ്ത്രീകൾ എന്ത് ചെയ്യുന്നുള്ളൂ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നുള്ളൂ. അതായത് സ്ത്രീകൾക്ക് ലഭിക്കുന്നത്, അതായത് സ്ത്രീകൾക്ക് ഒരു അസുഖം വന്നു, സ്ത്രീകളിലേക്ക് ഒരു ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആളുകൾ മടി കാണിക്കുന്നു. അതെന്തുകൊണ്ടാണ് അങ്ങനെ? അതായത് ഇവിടെ ഒരു ജെൻഡർ ബയസ് നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ ഭർത്താവിനൊരു അസുഖം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭർത്താവിനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വം ആരുടെ മേലേക്കായിട്ട് വരുന്നു? സ്ത്രീകളുടെ മേലെ. സ്ത്രീ സാക്രിഫൈസ് ചെയ്യണം എന്നൊരു സോഷ്യൽ നോം, ഒരു പാട്രിയാർക്കൽ നോം അവിടെ നിലനിൽക്കുന്നുണ്ട്. മെൻ ആർ മോർ ഫ്രീക്വന്റ്ലി സെലക്ടഡ് റെസിപ്പിയൻസ് റിഫ്ലക്ടിങ് ദ അണ്ടർ വാല്യൂയിങ് ഓഫ് വുമൻസ് ഹെൽത്ത്. വുമൺ ഹെൽത്തിനെ അണ്ടർ വാല്യൂ ചെയ്യുകയാണ്. അതായത് വുമൺ എപ്പോഴും സാക്രിഫൈസ് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരാളാണ് എന്നൊരു പാട്രിയാർക്കൽ മൈൻഡ് സെറ്റ് നമ്മളുടെ സൊസൈറ്റിക്ക് ഉണ്ട്. ദെൻ അതുകൊണ്ടാണ് വുമൻസ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻ ചെയ്യാനായിട്ട് തൽപരരായിട്ട് വരുന്നത്. ഭർത്താവിന്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ, അനുജന്റെ, അച്ഛന്റെ നല്ല ആരോഗ്യത്തിന് വേണ്ടിയിട്ട് സ്ത്രീകൾ ഓർഗൻ ഡൊണേറ്റ് ചെയ്യുന്നു. എന്നാൽ തിരിച്ചൊരു കേസ് വരുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നില്ല. സോ കൾച്ചറൽ, ദെൻ പാട്രിയാർക്കൽ നോംസ്, ഇതെല്ലാം ഇതിനൊരു കാരണമാണ്. 2025 നോട്ടോ, അല്ലെങ്കിൽ നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷൻ ഓർഗനൈസേഷൻ, നാഷണൽ ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ നോട്ടോ ഒരു അഡ്വൈസറി നോട്ടീസ് പുറത്തിറക്കി, അല്ലെങ്കിൽ ഒരു റൂൾ പുറത്തിറക്കി. ഓക്കെ, നോട്ടോ എന്ന് പറയുന്നത് നമ്മുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ കീഴിൽ വരുന്ന ഒരു സെപ്പറേറ്റ് ഓർഗനൈസേഷൻ ആണ് ഈ നോട്ടോ എന്ന് പറയുന്നത്. ട്രാൻസ്പ്ലാന്റ് ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഒരു അപെക്സ് ബോഡിയാണ് ഈ നോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോട്ടോ ഒരു അഡ്വൈസറി പുറത്തിറക്കി. ഒരു അഡ്വൈസറി നേച്ചറിലുള്ള ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്, ലീഗൽ ബൈൻഡിങ് ഒന്നും ഇല്ലാത്ത ഒരു ഓർഗനൈസേഷൻ ആണ്. ഓക്കെ, സോ നോട്ട് എന്താ പുറത്തിറങ്ങിയെന്ന് വെച്ചാൽ പ്രയോറിറ്റി വിൽ ബി ഗിവൺ ടു വുമൺ പേഷ്യന്റ് ഇൻ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ അലോക്കേഷൻ. ഓക്കെ, ഓർഗൻ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന കേസുകളിൽ വുമൺസിന് പ്രയോറിറ്റി കൊടുക്കും. കാരണം എന്താണ്? വുമൺസിന്റെ പാർട്ടിസിപ്പേഷൻ റേഷ്യോ, അല്ലെങ്കിൽ വുമൺസിന് കിട്ടേണ്ട
ഓർഗൻ ട്രാൻസ്പ്ലാന്റുകളുടെ റേഷ്യോ കുറവായതുകൊണ്ട് മാത്രം. ദെൻ എക്സ്ട്രാ പോയിന്റ് ഇൻ അലോക്കേഷൻ ക്രൈറ്റീരിയ ഫോർ വുമൺ പേഷ്യൻസ് ഓൺ ദ വെയിറ്റിംഗ് ലിസ്റ്റ്. വെയിറ്റിംഗ് ലിസ്റ്റുകൾ വരുമ്പോൾ വുമൻസ് പേഷ്യന് ഒരു പ്രത്യേക റിസർവേഷനുകൾ കൊടുക്കും, അല്ലെങ്കിൽ അലോക്കേഷൻ ക്രൈറ്റീരിയകൾക്ക് എക്സ്ട്രാ പോയിന്റുകൾ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ഈ ഒരു കാര്യം, ഈ ഒരു നോട്ടോയുടെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ള ഒരു അഡ്വൈസ് ചില ചേഞ്ചസുകൾ ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, സോ അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ആർട്ടിക്കിളിൽ ഡീറ്റെയിൽ, അല്ലെങ്കിൽ നമ്മുടെ എഡിറ്റോറിയൽ സെഷനിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് പോന്നിരുന്നത്. ഓക്കെ ആണോ? സോ നോട്ടോ എന്താണെന്ന് നമ്മൾ നോക്കി. നോട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മിനിസ്ട്രി ഓഫ് ഹെൽത്തിന്റെ കീഴിൽ, മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയറിന്റെ കീഴിലുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്, ഒരു ഡിപ്പാർട്ട്മെന്റ് അല്ല. അതായത് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഒന്നും അല്ല, ഒരു ഓർഗനൈസേഷൻ മാത്രമാണ്. അഡ്വൈസറി നേച്ചർ മാത്രമേ ഇവർക്ക് കയ്യിലുള്ളൂ. സോ അതുകൊണ്ടാണ് ഇവർ അഡ്വൈസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇനി നമുക്ക് നെക്സ്റ്റ് ഓപ്പൺ എഡിറ്റോറിയലിലേക്ക് പോകണം. ഓപ്പൺ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഇന്ത്യയുടെ ഓർഗൻ ഡൊണേഷൻ ക്രൈസിസിനെ കുറിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ ഓർഗൻ ഡൊണേഷന് സംബന്ധിച്ചിട്ടുള്ള ചില പ്രശ്നങ്ങളെ കുറിച്ചിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യൻ ഓർഗൻ ഡൊണേഷൻസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ? ഒന്ന് മിത്താണ്, അതായത് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ പാടില്ല റിലേറ്റഡ് ആയിട്ടുള്ള മിത്ത്. ദെൻ ഡിസ്ട്രസ്റ്റ് ആണ്, അതായത് കറന്റ്ലി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓർഗൻ ഡൊണേഷൻ സിസ്റ്റത്തിനോടൊക്കെയുള്ള ഒരു വിശ്വാസമില്ലായ്മ. അവര് ഓർഗൻ എടുത്ത് വിൽക്കുകയാണ്, മറിച്ച് വിൽക്കുകയാണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്, ഇതൊരു ബിസിനസ്സാണ്, ഓർഗൻ മാഫിയയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രസ് ഇവരുടെ ഇടയിലുണ്ട്. ദെൻ മിത്തുകളുണ്ട്. ഓർഗൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരീരം മൊത്തം അവരെടുത്തുകൊണ്ട് പോവുകയാണ്, അല്ലെങ്കിൽ റിലീജിയസ് ആയിട്ടുള്ള ചില മിത്തുകളുണ്ട്. ഓർഗൻ മൊത്തം ഓർഗനോട് കൂടി കടക്കാൻ പാടുള്ളൂ എന്നൊക്കെ പറഞ്ഞുള്ള മിത്തുകൾ സാധാരണ ആളുകളുടെ ഇടയിലുണ്ട്. ദെൻ ഇത് ഒരു കച്ചവടമാണ്, നിങ്ങൾ ചെന്ന് പെട്ടുപോകരുത്, നിങ്ങളുടെ ഐറിസ് കൊടുത്തു കഴിയുമ്പോൾ അത് അവർ 2 കോടി 3 കോടി രൂപയ്ക്കൊക്കെ വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഡിസ്ട്രസ്റ്റ് ആളുകളുടെ ഇടയിലുണ്ട്. നമ്മളുടെ ജോജു ജോർജ് അഭിനയിച്ചിട്ടുണ്ടായിരുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, പേര് ഞാൻ മറന്നുപോയി. കാതലനോ? അല്ല, കാതലനല്ല, വേറെ ഏതൊരു സിനിമയായിരുന്നു, മറന്നുപോയി, പേര് മറന്നുപോയി. സോ ആ സിനിമയിൽ കിഡ്നി എടുക്കാൻ വേണ്ടിയിട്ടോ, ജോജു ജോർജ് ഒരു പോലീസുകാരനാണ്, ആ സിനിമയിൽ കിഡ്നി എടുക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഭാര്യയെ കൊല്ലുന്ന ഒരു സിനിമയാണ്. അപ്പോൾ കിഡ്നി മാഫിയയുമായി ബന്ധപ്പെട്ട്. സോ അങ്ങനെയുള്ള പല തെറ്റായ ധാരണകളും നമ്മുടെ സമൂഹത്തിൽ പരക്കെയുണ്ട്. ദെൻ ഏജ് ആൻഡ് ഹെൽത്ത്, അതായത് പ്രായം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഓർഗൻ ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ടിഷ്യൂസ് ഡൊണേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു തെറ്റായ ധാരണ ആളുകളുടെ ഇടയിലുണ്ട്. ദെൻ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ ജെൻഡർ ബയസും ആളുകളുടെ ഇടയിലുണ്ട്. ഓക്കെ, സോ ഈ കാര്യങ്ങളെല്ലാമാണ് ഓർഗൻ ഡൊണേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രോബ്ലംസ്, അല്ലെങ്കിൽ ബാരിയേഴ്സ് ടു ഓർഗൻ ഡൊണേഷൻ എന്ന് പറയുന്നത്. ഒന്ന്, റിലീജിയസ് ആൻഡ് കൾച്ചറൽ മിത്തുകൾ നിലനിൽക്കുന്നുണ്ട്. ദെൻ ഡിസ്ട്രസ്റ്റ് അമംഗ് ദ പീപ്പിൾ, ഏജ് ആൻഡ് ഹെൽത്ത് റിലേറ്റഡ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ദെൻ ജെൻഡർ ബയസ് ഉണ്ട്. സോ ഈ കാര്യങ്ങളെല്ലാം ശരിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ, ഈ കാര്യങ്ങളിലെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മളുടെ ബെറ്റർ ഓർഗൻ ഡൊണേഷൻസ്, അതായത് 10 ലക്ഷത്തില് ഒരു 46-48 ഓർഗൻ ഡൊണേഷൻ എങ്കിലും നമ്മളുടെ ഇന്ത്യയിൽ നടക്കണം. എന്നാൽ മാത്രമേ നമ്മളതൊരു ഗ്ലോബൽ ആവറേജിലേക്ക്, അല്ലെങ്കിൽ ഒരു യൂറോപ്യൻ ലെവലിലേക്ക്, അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിന്റെ ഒരു ആവറേജിലേക്ക് നമ്മൾ എത്തുകയുള്ളൂ. നമ്മളുടെ ഏകദേശം ഒരു 0.8% ഒക്കെയാണ് നമ്മളുടെ ഓർഗൻ ഡൊണേഷന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതാണ് ഫസ്റ്റ് ആർട്ടിക്കിൾ ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് സെക്കൻഡ് ആർട്ടിക്കിളിലേക്ക് പോകാം. സെക്കൻഡ് ആർട്ടിക്കിൾ എന്താണ്? സ്റ്റാൻലി ജോണി എഴുതിയിരിക്കുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്ന ഒരു ആർട്ടിക്കിളാണ്. എന്താണ്? നമ്മളുടെ പാലസ്തീൻ സ്റ്റേറ്റ് കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങൾ അംഗീകരിക്കുകയാണ് ഇപ്പോൾ കറന്റ്. ഫ്രാൻസ് അംഗീകരിക്കാൻ പോകുന്നു, ജർമ്മനി അംഗീകരിക്കുന്നു, UK അംഗീകരിക്കുന്നു. അങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങൾ, പല രാജ്യങ്ങളും, യൂറോപ്യൻ രാജ്യങ്ങൾ മാത്രമല്ല ഏഷ്യൻ രാജ്യങ്ങളും അംഗീകരിച്ച് വരുന്നുണ്ട്. സോ ഓസ്ലോ അക്കോർഡ് നടക്കുന്ന സമയത്താണെങ്കിലും, അല്ലെങ്കിൽ ഡേവിഡ് അക്കോർഡ്സ് നടക്കുന്ന സമയത്താണെങ്കിലും എന്തായിരുന്നു? യൂറോപ്യൻ രാജ്യങ്ങൾ പാലസ്തീൻ അംഗീകരിക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോ ഒരു ഡിപ്ലോമാറ്റിക് ഷിഫ്റ്റ് സംഭവിക്കുകയാണ്. സോ അതിന്റെ ബേസിസിൽ വന്നിരിക്കുന്ന ഒരു ആർട്ടിക്കിളാണ് ഈ സ്റ്റാൻലി ജോണി എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ. ഓക്കെ, സോ ഇതിന്റെ ബേസിസിൽ നമുക്ക് നമ്മളുടെ ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഒന്ന് റിവൈസ് ചെയ്യണം. മറന്നുപോയില്ലേ? 1 മാസം മുന്നേ അല്ലേ നമ്മൾ സംസാരിച്ചത്? ഏത് ആർട്ടിക്കിളിലാണ്? സ്റ്റോപ്പ് ദ സ്ലട്ടർ എന്ന് പറയുന്ന എഡിറ്റോറിയൽ സെഷനിലാണ് നമ്മൾ ഈ ഒരു വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ അതൊന്ന് നമുക്കൊന്ന്
ഒരു 5 മിനിറ്റിൽ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിൽ നമുക്കതൊന്ന് റിവൈസ് ചെയ്ത് പോകണം. എവിടെന്നാ തുടങ്ങുന്ന വിഷയം? ഇസ്രായേലും പാലസ്തീനും. മാപ്പ് മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? ഇതാണ് ഇസ്രായേലിന്റെ മാപ്പ്. മുകളിൽ ആരുണ്ട്? മുകളിൽ ലെബനൻ ഉണ്ട്. അതിർത്തി രാജ്യങ്ങൾ മുകളിൽ ലെബനൻ. രണ്ടാമത് സിറിയ, ജോർദാൻ, ദെൻ ഈജിപ്ത്. ഓക്കെ ആണല്ലോ. ദെൻ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗസ എന്ന് പറയുന്ന സ്ഥലം ഇവിടെയാണ് കിടക്കുന്നത്, വെസ്റ്റേൺ സൈഡിലാണ് കിടക്കുന്നത്. ദെൻ വെസ്റ്റ് ബാങ്ക്, ഓക്കെ, വെസ്റ്റ് ബാങ്ക് എന്ന് പറയുന്ന സ്ഥലം. ദെൻ ഏതാണ് മുകളിൽ? ഗോലൻ ഹൈറ്റ്സ്. ഇങ്ങനെ 3 പ്രധാനപ്പെട്ട ഏരിയകൾ, അതായത് ഒരു ഭൂഖണ്ഡമല്ല അല്ലെങ്കിൽ ഒരു പ്രദേശമല്ല എന്തെന്ന് പറയുന്നത് പാലസ്തീൻ എന്ന് പറയുന്നത്. 3 ചെറിയ ചെറിയ തുരുത്തുകൾ, എൻക്ലേവുകൾ കൂടി ചേരുന്നതാണ് ഈ പാലസ്തീൻ എന്ന് പറയുന്ന ഏരിയ. ഓക്കെ, എവിടെന്നാ ഹിസ്റ്ററി തുടങ്ങുന്നത്? പഴയകാലം തുടങ്ങി ഹിസ്റ്ററി ഉണ്ട്. പ്രധാനപ്പെട്ട ഹിസ്റ്ററി തുടങ്ങുന്നത് 1-ാം ലോക മഹായുദ്ധത്തിന് ശേഷം ആര് ജയിച്ചു? നമ്മളുടെ ഒട്ടോമൻ എംപയറിനെതിരെ UK ജയിക്കുകയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ആധിപത്യം വരികയാണ്. ഒട്ടോമൻ എംപയർ 1-ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെടുകയാണ്. ഒട്ടോമൻ എംപയർ എന്ന് പറയുമ്പോൾ ഖലീഫയാണ് ഭരിച്ചുകൊണ്ടിരുന്നത്. അവിടെ ആരാണ്? മുസ്ലിം ആധിപത്യമുള്ള പ്രദേശം. സോ മുസ്ലിം ആധിപത്യമുള്ള പ്രദേശത്തെ തകർക്കാനായിട്ട് ജൂതന്മാരുടെ കൂട്ടുകൂടി ആര്? ബ്രിട്ടീഷുകാര്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾക്കൊരു ജൂതരാഷ്ട്രം ഞങ്ങൾ തരാം. ദെൻ 1917 1-ാം ലോക മഹായുദ്ധം അവസാനിച്ച ഉടനെ എന്താ ചെയ്തേ? ജൂതരാഷ്ട്രം പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇസ്രായേൽ പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ഡിക്ലറേഷൻ ഒക്കെ വെച്ചു, വിച്ച് ഈസ് കോൾഡ് ദ ബാൽഫർ ഡിക്ലറേഷൻ. ഈ സ്ലൈഡുകളെല്ലാം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്ത സെയിം സ്ലൈഡുകളാണ്, ഒരു വ്യത്യാസവും ഇല്ല. കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നതാണ് ഞാൻ. ഓക്കെ, കോപ്പി പേസ്റ്റ് ആണ്, നിങ്ങളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ ബാൽഫർ ഡിക്ലറേഷൻ. ദെൻ പ്രധാനപ്പെട്ടത്, എന്നാണ് ഇസ്രായേൽ രൂപപ്പെടുന്നത്? ഇസ്രായേൽ രൂപപ്പെടുന്നത് 1948 ഇസ്രായേൽ പാലസ്തീൻ എന്ന് പറയുന്ന 2 സഭകളായിട്ട് തിരിഞ്ഞു. ദെൻ ഉടനെ എന്താ ഇസ്രായേൽ രൂപപ്പെട്ട ആ ദിവസം തന്നെ എന്ത് സംഭവിച്ചു? ഫസ്റ്റ് അറബ് ഇസ്രായേലി വാർ, ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെട്ടു. എന്താ ഇവിടെ നിന്ന് ഈ 48 പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാനുള്ള കാരണം? കാരണം ഈ ജർമ്മനിയുടെ അല്ലെങ്കിൽ ഹിറ്റ്ലറുടെ ജൂത പെർസിക്യൂഷൻ ആണ്. ജ്യൂസിനെ പെർസിക്യൂട്ട് ചെയ്യുന്നത് കാരണം ലോകത്തുള്ള എല്ലാവരും അവരുടെ വാഗ്ദത്ത ഭൂമിയായിട്ടുള്ള ഇസ്രായേലിലേക്ക് തിരിച്ചു വന്നു. സോ ഇസ്രായേലിന് ഒരു രാഷ്ട്രം, ബാൽഫോർ ഡിക്ലറേഷനിൽ പറഞ്ഞ പോലെ ഒരു രാഷ്ട്രം ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടായി, അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. ദെൻ ഇസ്രായേൽ വാർ നടക്കുകയാണ്, അറബ് ഇസ്രായേലി വാർ നടക്കുകയാണ്. ആ വാറിൽ എന്താ സംഭവിച്ചേ? നമ്മളുടെ ചുറ്റുമുള്ളത് ഈജിപ്ത് വന്നു, ലെബനൻ വന്നു, സിറിയ വന്നു, ജോർദാൻ വന്നു. ഇവരെല്ലാവരും കൂടിയിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. ഓക്കെ, ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. പക്ഷെ ഇസ്രായേൽ ഇവിടെ പിടിച്ചു നിന്നു. ദെൻ സൂയസ് ക്രൈസിസിൽ ആര്? ഇസ്രായേൽ 1956 ആയപ്പോഴേക്കും ഇസ്രായേൽ താഴെയുള്ള ഈജിപ്തിനെ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അത് വിഫലമായി പോയി. എന്നാൽ അവര് സീനായ് പെനിൻസുല പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ പാലസ്തീൻ ലിബറൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ദെൻ അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ടർ വരുന്നത് 6 ഡേ വാർ ആണ്. 6 ദിവസം നീണ്ടു നിന്ന 6 ഡേ വാർ. ഇവിടെ എന്താ ചെയ്തേ? ഇവിടെ ഇസ്രായേൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇസ്രായേൽ കാരണം അറബ് ഇസ്രായേലി വാറിൽ 48 അറബ് ഇസ്രായേലി വാറിൽ എന്താ ചെയ്തേ? എല്ലാ രാജ്യങ്ങളും ഒരുമിച്ച് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്തു. 6 ഡേ വാറിൽ ഈ എല്ലാ രാജ്യങ്ങളെയും ഒരുമിച്ച് ഇസ്രായേൽ തിരിച്ച് അറ്റാക്ക് ചെയ്തു. ഈജിപ്ത്, സിറിയ, ജോർദാൻ. ദെൻ സീനായ് പെനിൻസുല പൂർണ്ണമായിട്ടും പിടിച്ചടക്കി. സീനായ് പെനിൻസുല മാത്രമല്ല, വെസ്റ്റ് ബാങ്ക്, ഈസ്റ്റ് ജെറുസലേം, ഗോലൻ ഹൈറ്റ്സ്. സോ ഇവിടെ എല്ലാം സംഘർഷങ്ങളുടെ പീരീഡാണ്. ദെൻ ഇത് ലോക സംഘർഷങ്ങളിലേക്ക് മാറുകയും ലോകത്ത് ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്തു. ഓക്കെ, ദെൻ ക്യാമ്പ് ഡേവിഡ് അക്കൗണ്ട്സ് അല്ലെങ്കിൽ ക്യാമ്പ് ഡേവിഡ് ഉടമ്പടി. ഈ ഉടമ്പടിയിലാണ് ഈജിപ്തിന് സീനായ് പെനിൻസുല ഇസ്രായേലിൽ തിരിച്ചു കൊടുക്കുന്നത്. മാപ്പിലേക്ക് വന്നേ. അതായത് ഇസ്രായേൽ എന്ന് പറയുന്ന കൺട്രി ഉണ്ടല്ലോ, 1967 ആയി കഴിഞ്ഞപ്പോഴേക്കും വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുത്തു, ഗോലൻ ഹൈറ്റ്സ് പിടിച്ചെടുത്തു, ഗസ പിടിച്ചെടുത്തു. ദെൻ ഈജിപ്തിന്റെ പാർട്ടായിട്ടുള്ള സീനായ് പെനിൻസുലയും പിടിച്ചെടുത്തു. ദെൻ ഡേവിഡ് അക്കോർഡിന്റെ സമയത്താണ് എന്ത് കൊടുക്കുന്നത്? തിരിച്ച് ഈ സീനായ് പെനിൻസുല തിരിച്ചു കൊടുക്കുന്നത്. ഓക്കെ, ദെൻ ഇതിനുശേഷം പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നല്ലോ. എന്താണ് പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത്? ഓസ്ലോ അക്കോർഡ്സ് ആണ്. 3 ഓസ്ലോ അക്കോർഡുകൾ നടന്നു. കാരണം ലോകത്തിന് ഈ വിഷയം കൊണ്ടുപോകാനായിട്ട്, ഇനി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുന്നില്ല.
സോ ഇതിന് ഒരു അന്തിമ വിധി ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഓസ്ലോ അക്കോർഡുകൾ രൂപീകരിച്ചു. ഓക്കെ, ദെൻ വീണ്ടും യുദ്ധങ്ങൾ നടന്നു, ചെറിയ ശമനം ഉണ്ടാവും, വീണ്ടും യുദ്ധങ്ങൾ നടന്നു. 2022 എന്ത് സംഭവിച്ചു? അകാരണമായിട്ട് ഹമാസ് നമ്മളുടെ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയും ദെൻ 22 മാസം നീണ്ടു നിൽക്കുന്ന യുദ്ധം നടക്കുകയും ചെയ്യുന്നു. ഓക്കെ, സോ ബാൽഫോർ ഡിക്ലറേഷൻ, ഇസ്രായേൽ ഫോർമേഷൻ, അറബ് ഇസ്രായേലി കോൺഫ്ലിക്ട് അല്ലെങ്കിൽ അറബ് ഇസ്രായേലി സിവിൽ വാർ. തന്നെ പ്രധാനമായിട്ട് വരുന്നത് എന്താണ്? 6 ഡേ വാർ. അതിനിടയിൽ നമ്മളുടെ ഇത് പിടിക്കാൻ പോകുന്നുണ്ട്, നമ്മളുടെ ഈജിപ്ത് സൂയിസ് കനാൽ ക്രൈസിസ് വരുന്നുണ്ട്, പക്ഷെ അത് വിഫലമായി പോയി. ദെൻ എന്താ സംഭവിക്കുന്നത്? 6 ഡേ വാർ വരികയാണ്. 6 ഡേ വാറിൽ സീനായ് പെനിൻസുല മൊത്തമായിട്ട് പിടിച്ചെടുക്കുന്നു. ഓക്കെ ആണോ? ഇവിടെ ക്ലാരിറ്റി കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടല്ലെങ്കിൽ നിങ്ങൾ മറന്നു പോയിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ടൊരു 40 മിനിറ്റോളം ക്ലാസ്സുകൾ ഞാൻ എടുത്തതാണ് ഈ ഒരു സ്ലൈഡ് വെച്ചിട്ട്. ഓക്കെ, സോ ഹിസ്റ്ററി ഞാനൊന്ന് റിവൈസ് ചെയ്തു. ദെൻ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? നമ്മളുടെ കറന്റ്ലി ഉള്ള പ്രശ്നം എന്താണ്? കറന്റ്ലി എല്ലാ രാജ്യങ്ങളും, മിക്ക യൂറോപ്യൻ രാജ്യങ്ങളും എന്താ ചെയ്യുന്നത്? അംഗീകരിക്കുകയാണ്, ഇസ്രായേലിനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എല്ലാ രാജ്യങ്ങളും, ഫ്രാൻസ് ആയി കഴിഞ്ഞാലും, കാനഡ ആയി കഴിഞ്ഞാലും, ഓസ്ട്രേലിയ ആയി കഴിഞ്ഞാലും, മാൾട്ട ആയി കഴിഞ്ഞാലും, എല്ലാ രാജ്യങ്ങളും എന്താ ചെയ്യുന്നത്? പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ 2 നേഷൻ തിയറി അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ കാരണമാണ് ഈ ഒരു അംഗീകാരത്തിലേക്ക് പോകുന്നത്? 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ നടക്കുന്ന ജെനിസോയിഡ് കേസുകളാണ്. അതായത് ഇസ്രായേൽ ജെനിസോയിഡ് ആണ് ഗാസയിൽ നടത്തുന്നത് എന്നുമായി ബന്ധപ്പെട്ട കേസുകളാണ്. ജെനിസോയിഡ് അക്യൂസിഷൻ ആണ് ഒന്നാമത്തെ കാര്യം. ഓക്കെ, ദെൻ ദ സെക്കൻഡ് ഒപ്പീനിയൻ അല്ലെങ്കിൽ പബ്ലിക് ഒപ്പീനിയൻ ആണ് രണ്ടാമത്തെ കാര്യം. അതായത് ഈ സ്വതന്ത്ര രാജ്യങ്ങളിൽ അല്ലെങ്കിൽ ഡെവലപ്ഡ് കൺട്രീസിൽ ആളുകൾ ഇസ്രായേലിനെതിരെ സംസാരിക്കാനായിട്ട് തുടങ്ങി. യു കെയില് കെയ്ർ സ്റ്റാമറിന് എന്ത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു? പാർലമെന്റിൽ ഈ ഒരു വിഷയം അവതരിപ്പിക്കേണ്ടതായിട്ട് വന്നു. അത്രയും പ്രൊട്ടസ്റ്റുകൾ യു കെയിലായി കഴിഞ്ഞാലും ഈവൻ യു എസ് എയിലായി കഴിഞ്ഞാലും ക്രിയേറ്റ് ചെയ്ത് വരാനായിട്ട് തുടങ്ങി. ഇസ്രായേലിന് എതിരായിട്ടുള്ള, ഗസയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടുള്ള പ്രഷേഴ്സ്. ദെൻ ഡിപ്ലോമാറ്റിക് പ്രഷറുകൾ. എന്താണ്? ഈ യുദ്ധം അവസാനിപ്പിക്കുക എന്നുള്ളത് എല്ലാവരുടെയും പ്രഷറായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെയുള്ള ഡിപ്ലോമാറ്റിക് പ്രഷർ. ദെൻ ഹ്യൂമനിറ്റേറിയൻ ക്രൈസിസ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതായത് ലോകരാജ്യങ്ങൾ യുദ്ധം ചെയ്യാതിരിക്കാനായിട്ട് യുണൈറ്റഡ് നേഷൻ പോലെയുള്ള ഒരു സംഘടന ഉണ്ടാക്കിയിട്ടും ഇന്നും യുദ്ധങ്ങൾ നടക്കുകയാണ്. ഇന്നത്തെ പത്രത്തിൽ സ്റ്റാലിൻ ജോണി എഴുതിയിരിക്കുന്നത് 18,000-ഓളം കുട്ടികളാണ് അവിടെ മരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ഈ പ്രോബ്ലങ്ങളെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും എന്തിനെ അംഗീകരിക്കുന്നത്? പാലസ്തീൻ എന്ന് പറയുന്ന സംഘടനയെ അംഗീകരിക്കുന്നത്. സോ ആ ഒരു വിഷയത്തിലാണ് ഇന്നത്തെ ഓപ്പൺ എഡിറ്റോറിയൽ വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണോ? സോ നമ്മളൊന്ന് ഹിസ്റ്ററി ഒന്ന് ബ്രീഫായിട്ടൊന്ന് ഡിസ്കസ് ചെയ്തു. 1917 മുതൽ ബാൽഫോർ ഡിക്ലറേഷൻ മുതൽ 2022 വരെയുള്ള ഡിസ്കഷൻ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ഒരു ബ്രീഫ് വേർഷൻ നമ്മൾ ഇവിടെ നടത്തി. ഇന്നത്തെ വിഷയം എന്താണ് എന്നുള്ളത് നമ്മളൊന്ന് ബ്രീഫായിട്ട് അനലൈസ് ചെയ്തു. ഓക്കെ, സോ നമുക്കിനി നെക്സ്റ്റ് ആർട്ടിക്കിളിലേക്ക് പോകാം. നെക്സ്റ്റ് ആർട്ടിക്കിൾ, എ ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. അതായത് നമ്മൾ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമുകൾ നമ്മൾ കഴിഞ്ഞ മാസം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ബഡ്ജറ്റിൽ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? എംപ്ലോയറിനും എംപ്ലോയിക്കും ഇൻസെന്റീവ് കൊടുക്കും. എംപ്ലോയി ആണെങ്കിൽ, നിങ്ങൾ തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിൽ, തൊഴിൽ അന്വേഷിക്കുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് ആദ്യ തൊഴിൽ കിട്ടിക്കഴിഞ്ഞാൽ 15,000 രൂപ നിങ്ങൾക്ക് ആദ്യ ശമ്പളത്തിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടും, ഇൻസെന്റീവ് ആയിട്ട് കിട്ടും. ദെൻ എംപ്ലോയറിന് എന്താ പ്രത്യേകത? എംപ്ലോയറിന് പുതിയ തൊഴിലുകൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയറിന് ഇൻസെന്റീവ് കിട്ടും. അങ്ങനെ എംപ്ലോയറിനും എംപ്ലോയിക്കും ഇൻസെന്റീവ് കിട്ടുന്ന സ്കീമാണ് എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ വേറെ എന്താണ് ഈ സ്കീമിന്റെ പ്രത്യേകത? മാനുഫാക്ചറിംഗ് സെക്ടറിലാണ് കൂടുതലായിട്ട് നമ്മൾ ഈ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതിനെ ഒന്ന് ക്രിറ്റിക്കലി അനലൈസ് ചെയ്യുകയാണ് ഈ ഒരു ഓപ്പൺ എഡിറ്റോറിയൽ സെഷനിലൂടെ. ഓക്കെ, സോ ജൂലൈ 1 മുതൽ നമ്മൾ ഇത് അപ്രൂവ് ചെയ്തു. ഏകദേശം 1 ലക്ഷം കോടി രൂപ നമ്മൾ ഔട്ട്ലേ ഉള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് നമ്മൾ ഈ ഒരു സ്കീം ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഒരു പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? ഒന്ന്,
ഈ എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഇല്ലാത്തതല്ല ഇന്ത്യയിലെ പ്രശ്നം. ഒന്നാമത്തെ പ്രശ്നം സ്കിൽ ക്രൈസിസ് ആണ്, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സ്കിൽ കണ്ടിന്യൂയം ഇല്ല എന്നുള്ളതാണ്. അതായത് ഞാൻ ബികോം പഠിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ജോഗ്രഫി പഠിക്കുന്നു, അങ്ങനെ പല വിഷയങ്ങളും ഞാൻ പഠിക്കുന്നു. പക്ഷേ ഇതിനെ എങ്ങനെ ഇപ്പോഴത്തെ സ്കിൽഫുൾ മാർക്കറ്റിലേക്ക് അല്ലെങ്കിൽ സ്കിൽ ഓറിയന്റഡ് മാർക്കറ്റിലേക്ക് കണക്ട് ചെയ്യും എന്ന് പലർക്കും അറിയില്ല. ഓക്കെ, സോ ഇവിടെ ഒരു കണക്ക് പറയുന്നത് ഓൺലി 8.25% ഓഫ് ഗ്രാജുവേറ്റ്സ് എംപ്ലോയിഡ് ഇൻ ജോബ്സ് മാച്ചിങ് ദെയർ ക്വാളിഫിക്കേഷൻ. 100 പേര് പഠിച്ചിറങ്ങുന്നുണ്ടെങ്കിൽ 8 പേര് മാത്രമാണ് ഇന്ത്യയിൽ എന്ത് ചെയ്യുന്നത്, അവർ പഠിച്ചതുമായി ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നത്. ഓക്കെ, ഞാൻ പഠിച്ചത് കൊമേഴ്സ് ആയിരുന്നു. സോ ഞാൻ കൊമേഴ്സ് പഠിച്ചിട്ട് ഇപ്പോൾ കറന്റ് എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഞാൻ സിവിൽ സർവീസ് സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ്. സോ ഞാൻ പഠിച്ച മേഖലയിലാണോ ഞാൻ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയിട്ടാണോ മാറിയിരിക്കുന്നത്? അല്ല. സോ ഞാൻ ഈ 8.25% പെടുന്ന ഒരാളല്ല. ദെൻ വേറെ എന്താണ്? 4.9%, വിച്ച് മീൻസ് 5% ആളുകൾക്ക് മാത്രമേ ഇന്ത്യയിൽ വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ കിട്ടുന്നുള്ളൂ. ഓക്കെ, സോ ഇന്ത്യയിലെ വൊക്കേഷണൽ ട്രെയിനിങ്ങും ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ സ്കിൽ കണ്ടിന്യൂവും വളരെ കുറവാണ്. ഒന്നാമത്തെ കാര്യം. ദെൻ മറ്റേ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലേബർ വേഴ്സണിങ് ആണ്. അതായത് ക്യാപിറ്റൽ ലേബർ റിലേഷൻസ് വേഴ്സണിങ് ആണ്. നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? എംപ്ലോയറിന് ഇൻസെന്റീവ് കൊടുക്കുന്നുണ്ട്. അതായത് പുതിയൊരു തൊഴിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പുതിയൊരു തൊഴിലാളിയെ നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയറിന് ഇൻസെന്റീവ് കിട്ടും. അത് എന്താ ക്രിയേറ്റ് ചെയ്യുന്നത്? അതായത് നിങ്ങൾ പുതിയൊരു തൊഴിലാളിയെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയറിന് ഇൻസെന്റീവ് കൊടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അവർ കൂടുതൽ ആളുകളെ എടുക്കും. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇവിടെ ആരുടെ ബാർഗെയിനിങ് പവറാ പോകുന്നത്? എംപ്ലോയിയുടെ ബാർഗെയിനിങ് പവറാണ് പോകുന്നത്. മനസ്സിലായോ? തൊഴിൽ കൂടുതൽ എടുക്കുമ്പോൾ ഒരുപാട് അൺഎംപ്ലോയ്മെന്റ് ഉള്ള സ്ഥലത്ത് നീ പോയി കഴിഞ്ഞാൽ വേറെ ആള് വരും എന്നുള്ളൊരു സിറ്റുവേഷൻ വരും. മനസ്സിലായോ? എന്തായാലും അവർക്ക് പൈസ കിട്ടും. അപ്പോൾ നിന്നെ എടുത്തില്ലെങ്കിൽ അടുത്ത ആളെ എടുത്തു കഴിഞ്ഞാലും എംപ്ലോയർക്ക് പൈസ കിട്ടും. സോ അവിടെ തൊഴിലാളിയുടെ ബാർഗെയിനിങ് പവറാണ് തടസ്സപ്പെടുന്നത്. ഓക്കെ, എനിക്ക് ഒരു 1000 രൂപ കൂടുതൽ വേണം എന്ന് എനിക്ക് ബാർഗെയിൻ ചെയ്യാൻ പറ്റില്ല നമ്മുടെ എംപ്ലോയറിനോട്. എന്റെ മുതലാളിനോട് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ പറഞ്ഞു വിടും. അടുത്ത ആൾ അവിടെ വെയിറ്റിംഗ് ആണ്. അടുത്ത ആൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇൻസെന്റീവ് കിട്ടും. കാരണം അഡീഷണൽ ജോബ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജോബിലേക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് എന്നെ കുറച്ച് നാൾ പറഞ്ഞു വിടും. സോ അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ലാഭമല്ലേ? സോ എന്റെ ബാർഗെയിനിങ് പവർ അവിടെ നഷ്ടപ്പെടുകയാണ്. ദെൻ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഒന്നാമത്തെ കാര്യം എന്തായിരുന്നു? ഒന്നാമത്തെ കാര്യം എഡ്യൂക്കേഷൻ സ്കിൽ കണ്ടിന്യൂവം ഇല്ല, സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം എന്താണ്? ബാർഗെയിനിങ് പവർ, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലേബർ അസിമെട്രി, റിലേഷൻസ് അസിമെട്രീസ്. ദെൻ മൂന്നാമത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിനെ എന്ത് ചെയ്യുന്നില്ല? അഡ്രസ് ചെയ്യുന്നില്ല. എന്താണ് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി ചെയ്യാനായിട്ട് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളെ, ഒരു ജോലി ചെയ്യാനായിട്ട് ആവശ്യമുള്ളതിനേക്കാൾ കൂടുതൽ ആളുകളെ ആ ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിക്കുന്നു. അതായത് എനിക്ക് എന്റെ മുന്നിൽ കിടക്കുന്ന ഒരു ബെഞ്ച് എടുത്ത് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. ആ ബെഞ്ച് എടുക്കാനായിട്ട് 2 പേര് മതി, ജോലി ചെയ്യാനായിട്ട് 2 പേര് മതി. ഓക്കെ, പക്ഷേ ആ ജോലി ചെയ്യാനായിട്ട് ഇവിടെ 4 പേരുണ്ട്. ഒരു ബെഞ്ചേ എടുക്കാനായിട്ടുള്ളൂ, പക്ഷെ അത് 2 പേർക്ക് എടുക്കാൻ പറ്റുന്ന ബെഞ്ചാണ്. പക്ഷെ 4 പേരുണ്ട്. സോ ഒരു തൊഴിൽ ചെയ്യാനായിട്ട് അതിന് വേണ്ട ആളുകളെക്കാൾ അധികം അവിടെ നിലനിൽക്കുന്നുണ്ട്. സോ ഈ 4 പേരും ആ തൊഴിൽ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രൊഡക്ഷൻ കുറയുകയല്ലേ? ഒരു ബെഞ്ച് കൂടി എടുക്കാനായിട്ടുള്ള ആള് അവിടെ ഉണ്ട്, അധികമായിട്ടുണ്ട്. സോ ഇതിനെയാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ മേജർലി ഇന്ത്യയിൽ അഗ്രികൾച്ചറൽ സെക്ടറിലാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ഏറ്റവും കൂടുതലുള്ളത്. ഇന്ത്യയുടെ 71% ഓഫ് വർക്ക് ഫോഴ്സും എവിടെയാണ്? 71% വർക്ക് ഫോഴ്സും എവിടെയാണ്? അഗ്രികൾച്ചറൽ സെക്ടറിലാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഒരു പ്രോബ്ലമാണ്. കാരണം അത് ഈ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ നമ്മളുടെ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ മൂന്നാമത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ദെൻ നാലാമത്തെ കാര്യം ഈ എക്സ്ക്ലൂഷൻ ഓഫ് ദ ഇൻഫോർമൽ സെക്ടർ ആണ്. ഇൻഫോർമൽ സെക്ടറിനെ, അതായത്
ഇന്ത്യയിലെ 90% വർക്കേഴ്സും എവിടെയാ വർക്ക് ചെയ്യുന്നത്? TCSലാണോ? അല്ല. അവര് ഇൻഫോർമൽ സെക്ടറിലാണ്. സാധാരണ തൊഴില് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്നവരാണ് ഇന്ത്യയുടെ 90% ഓഫ് ദ വർക്ക് ഫോഴ്സും. ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷനിലെ 90%ഉം ഇൻഫോർമൽ സെക്ടറിൽ വർക്ക് ചെയ്യുന്നവരാണ്. മാനുഫാക്ചറിങ് സെക്ടറിനെ മാത്രമാണ് നമ്മളിവിടെ പ്രധാനമായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ മാനുഫാക്ചറിലെ ഇൻഫോർമൽ അല്ലെങ്കിൽ അൺഓർഗനൈസ്ഡ് വർക്ക് ഫോഴ്സിനെ നമ്മൾ അഡ്രസ് ചെയ്തിട്ടില്ല. അതും ഒരു പ്രോബ്ലമാണ്. ഓക്കെ, ദെൻ ഞാൻ പറഞ്ഞു മാനുഫാക്ചറിങ് സെക്ടറിനെ മാത്രമാണ് നമ്മൾ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം. പക്ഷേ ഇവിടെ കണ്ടോ, അഗ്രികൾച്ചറിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. സോ മാനുഫാക്ചറിങ്ങെയും സർവീസിനെയൊക്കെ നമ്മൾ പ്രധാനമാക്കി എടുത്തു കഴിഞ്ഞാൽ അഗ്രികൾച്ചറിനെ നമ്മൾ തൊടാതെ പോകും. അപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്നത് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്, ഏറ്റവും കൂടുതൽ ആളുകൾ പണിയെടുക്കുന്നത് അഗ്രികൾച്ചറിലാണ്. ഇവരെ രണ്ടുപേരെയും ഒഴിച്ചു നിർത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഇൻസെന്റീവ് കൊടുത്തു കഴിഞ്ഞാൽ താഴെ തട്ടിലേക്കുള്ള ആളുകളിലേക്ക് ഇതെങ്ങനെ എത്തും? സോ ഏറ്റവും ദരിദ്രരിൽ ദരിദ്രന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്ലാൻ ഉണ്ടാക്കുമ്പോൾ അവരെ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ഇതെങ്ങനെ എത്തും എന്നുള്ളതാണ് ഇവിടെ ക്രിറ്റിക്കലി അനലൈസ് ചെയ്തിരിക്കുന്ന ചോദ്യം. ഓക്കെ, ദെൻ എന്താണ് ഇവർ പറയുന്ന റെക്കമെൻഡേഷൻസ്? സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും അറിയാം സ്കില്ല് കുറവാണ്, എല്ലാവരും എഴുതുന്ന ഒരു കാര്യമാണ്. എഡ്യൂക്കേഷൻ സ്കിൽ കണ്ടിന്യൂവും ഇല്ല. സോ സ്കിൽ ഡെവലപ്മെന്റ് നടത്തണം, വൊക്കേഷണൽ ട്രെയിനിങ്ങുകൾ കൊടുക്കണം. ദെൻ സസ്റ്റെയിൻഡ് എംപ്ലോയ്മെന്റ്. എന്താണ്? ഷോർട്ട് ടേം എംപ്ലോയ്മെന്റ് ജനറേഷൻ മാറിയിട്ട് ലോങ് ടേം സസ്റ്റൈനബിൾ ജോബുകളിലേക്ക് നമ്മൾ മുന്നോട്ട് പോകണം. മനസ്സിലായോ? അതായത് ചെറിയ ഇൻസെന്റീവുകൾ കൊടുക്കാതെ അല്ലാണ്ട് നമ്മൾ സ്റ്റെം ടെക്നോളജി, അതായത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇങ്ങനെയുള്ള സെക്ടറുകളിൽ നമ്മൾ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ട് അവരെന്ത് ചെയ്യണം? അവരെ കറന്റ് നമ്മളുടെ മാർക്കറ്റിന് വേണ്ട സ്കില്ലുകൾ അക്യൂർ ചെയ്തിട്ട് ലോങ് ടൈം ജോബുകളിലേക്ക് കൊടുക്കണം. ദെൻ ജോബ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യുക. ദെൻ ഇൻക്ലൂസീവ്, എല്ലാവരെയും അൺഓർഗനൈസ്ഡ് സെക്ടറെ ബാക്കിയുള്ളവരെയൊക്കെ ഇൻക്ലൂസ് ചെയ്തുകൊണ്ട് ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മൾ കീപ്പ് ചെയ്യണം. ഓക്കെ, സോ എംപ്ലോയ്മെന്റ് ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീം എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ദെൻ ഇതിന്റെ ക്രിറ്റിക്സ് എന്താണ് ഇന്നത്തെ പത്രത്തിൽ പറഞ്ഞത്? 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, സ്കില്ലില്ല. മോസ്റ്റ് ഓഫ് ദ ആളുകൾക്കും സ്കില്ലില്ല. 8.5% ആളുകൾ മാത്രമാണ് എവിടെ വർക്ക് ചെയ്യുന്നത്? നമ്മളുടെ പഠിച്ച ജോലിയുമായിട്ട് അല്ലെങ്കിൽ പഠിച്ച സബ്ജക്റ്റിൽ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് കയറുന്നത്. ദെൻ 4.9% ആളുകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്? വൊക്കേഷണൽ ട്രെയിനിങ് ഇന്ത്യയിൽ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ സ്കില്ലില്ല. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തത് ക്യാപിറ്റൽ അല്ലെങ്കിൽ ലേബർ ക്യാപിറ്റൽ റിലേഷൻസ് എന്ത് ചെയ്യും? അസിമെട്രിക്കൽ റിലേഷനിലേക്ക് പോകും. സോ ലെസ് ബാർഗനിങ് പവർ ആർക്ക് കൊടുക്കും? എംപ്ലോയിക്ക് കൊടുക്കും. ഓക്കെ, എംപ്ലോയ്മെന്റിനെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ എംപ്ലോയിയെ റീപ്ലേസ് ചെയ്യാനായിട്ടുള്ള സാധ്യത ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. മൂന്നാമത്തത് എന്താണ്? മൂന്നാമത്തെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. അതായത് ഒരു തൊഴിൽ ചെയ്യാനായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ആളുകളുണ്ട്, അല്ലെങ്കിൽ ഒരു സെക്ടറിൽ ഒരുപാട് ആളുകളുണ്ട്. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ അഗ്രികൾച്ചറൽ സെക്ടറാണ്. ഓക്കെ, സോ അഗ്രികൾച്ചറൽ സെക്ടറിനെ, അങ്ങനെയുള്ള ഡിസ്ഗൈസ്ഡ് എംപ്ലോയ്മെന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? അഡ്രസ് ചെയ്യുന്നില്ല. ദെൻ ഇൻഫോർമൽ സെക്ടർ. ഓക്കെ, ദെൻ ഇൻഫോർമൽ സെക്ടർ. ഇൻഫോർമൽ സെക്ടറിനെയും അൺഓർഗനൈസ്ഡ് വർക്കിനെയും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നില്ല. അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ ഇംബാലൻസ്, സെക്ടറൽ ഇംബാലൻസ്, നമ്മൾ മേജർലി ഫോക്കസ് ചെയ്തിരിക്കുന്നത് മാനുഫാക്ചർ ആൻഡ് സർവീസ് സെക്ടറുകളെയാണ്. ആ സെക്ടറുകളിൽ നിന്ന് മാറി ഒരു ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് അപ്രോച്ച് കൂടി നമുക്ക് വേണം എന്നാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്കഷന്റെ ബേസിസിൽ നമുക്ക് ഒരു കാര്യം കൂടി പഠിക്കാനായിട്ടുണ്ട്. അണ്ടർസ്റ്റാൻഡിങ് ദ അൺഎംപ്ലോയ്മെന്റ് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് നമ്മളൊന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. ഓക്കെ, ഇന്ത്യയിലെ അൺഎംപ്ലോയ്മെന്റ് നമ്മൾ ഒന്ന് മനസ്സിലാക്കാൻ പോവുകയാണ്. സോ ഞാനൊരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങൾ സിവിൽ സർവീസിന് പഠിക്കുന്നവരാണ്, നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണോ? നിങ്ങൾ അൺഎംപ്ലോയിഡ് ആണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലിയുണ്ടോ? എന്താണ് നിങ്ങളുടെ ഒരു കറന്റ് സ്റ്റാറ്റസ്? നിങ്ങൾ അൺഎംപ്ലോയ്മെന്റ് ആണോ? അല്ല. കറന്റ് നമ്മളെ പോലെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോലിക്ക് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുന്നവരെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ പെർട്ടിക്കുലർലി വിളിക്കുന്നത് അൺഎംപ്ലോയിഡ് എന്നാണ്. ഓക്കെ, നമ്മളിവിടെ പെർട്ടിക്കുലർലി ഡിസ്കസ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്പുകളെയാണ്. എന്താണ് അൺഎംപ്ലോയ്മെന്റിന്റെ ടൈപ്പുകൾ? Unemployment occurs when a person who is actively searching for employment is unable to find work.
ഓക്കെ. സോ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഉദാഹരണം പറഞ്ഞേ. അതായത് അൺഎംപ്ലോയ്മെന്റിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ഉദാഹരണം ജോലിയില്ല എന്നുള്ളതാണ്. ജോലി ഇല്ലാണ്ട് വീട്ടിലിരിക്കുന്നു. അത് മാത്രമാണോ അൺഎംപ്ലോയ്മെന്റ്? അല്ല. നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിട്ടും അതിനനുസരിച്ചിട്ടുള്ള ജോലി കിട്ടാത്തതും അൺഎംപ്ലോയ്മെന്റിന്റെ ഇൻഡിക്കേറ്ററാണ്. നിങ്ങൾ ചിലപ്പോൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും, കേരള പോലീസിൽ കോൺസ്റ്റബിൾ പരീക്ഷയ്ക്ക് PhD കാരനും MBA കാരനും എന്നൊക്കെ പറഞ്ഞിട്ട് പത്രവാർത്ത. PhD ലിസ്റ്റിൽ MBA കാരൻ 88 MBA കാരൻ അല്ലെങ്കിൽ 5 PhD കാരനും PSCയുടെ എന്ത് ലിസ്റ്റിൽ? കോൺസ്റ്റബിൾ ലിസ്റ്റിൽ. അത് അവരുടെ ചോയ്സ് ആയിരിക്കാം. പക്ഷേ അത് പത്രങ്ങൾ വലുതാക്കി കൊടുക്കുമ്പോൾ അതിലൊരു പ്രശ്നമുണ്ട്. ചില മന്ത്രിമാരൊക്കെ ഇതൊക്കെ എടുത്തു പറയുന്നുണ്ട്. അതായത് ഞങ്ങളുടെ കോൺസ്റ്റബിളിൽ അല്ലെങ്കിൽ കോൺസ്റ്റബിൾ റാങ്കുകളിൽ പ്രവർത്തിക്കുന്നത് 30 MBA കാരാണ് അല്ലെങ്കിൽ PhD കാരൊക്കെയാണെന്ന് എടുത്തു പറയുന്ന ചില മന്ത്രിമാരൊക്കെ ഉണ്ട്. പക്ഷേ അവർ മനസ്സിലാക്കാത്ത ഒരു കാര്യം, അത് അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. എന്താ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആവുന്നത്? അതായത് കൃത്യമായി പഠിച്ച് കൃത്യമായി ജോലിയിൽ എത്തിയിട്ടും അല്ലെങ്കിൽ കൃത്യമായ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിലും അതിലും കുറഞ്ഞ ക്വാളിഫിക്കേഷനുകളിൽ വർക്ക് ചെയ്യേണ്ടി വരുന്ന ജനങ്ങളുടെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഎംപ്ലോയ്മെന്റിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഓക്കെ. സോ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജോലി ഇല്ലാതെ വീട്ടിൽ കുത്തിയിരിക്കുന്ന ഒരവസ്ഥയല്ല അൺഎംപ്ലോയ്മെന്റ്. അതും ഒരു അൺഎംപ്ലോയ്മെന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും എക്സ്പ്ലിസിറ്റ് ആയിട്ടുള്ള അൺഎംപ്ലോയ്മെന്റ് ആണ്. പക്ഷേ ഇംപ്ലിസിറ്റ് അൺഎംപ്ലോയ്മെന്റ് കൂടിയുണ്ട്. ഓക്കെ, മനസ്സിലായോ? കൃത്യമായിട്ട് തൊഴിലുകൾ എത്താത്ത അല്ലെങ്കിൽ അവർക്ക് യോഗ്യതക്കനുസരിച്ചുള്ള തൊഴിൽ കിട്ടാത്തതും ഒരു അൺഎംപ്ലോയ്മെന്റിന്റെ, സ്റ്റേറ്റിന്റെ അൺഎംപ്ലോയ്മെന്റിന്റെ ഒരു ഇൻഡിക്കേറ്റർ ആണ്. ഓക്കെ. സോ ഇനി നമുക്ക് ടൈപ്പുകളിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്? ഒന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു, ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. എഴുതി വെച്ചോ. മുന്നത്തെ കാര്യം നിങ്ങൾ എഴുതി വെച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊന്ന് എഴുതി വെച്ചോളൂ. ഡിഫറെന്റ് പാർട്സ്. Disguised unemployment. Okay, more people are employed than actually needed. ഓക്കെ, ഒരുപാട് ആളുകൾ ആവശ്യമില്ലാത്ത സ്ഥലത്ത് ഒരുപാട് പേരുണ്ട്. അതായത് 10 പേര് കൊണ്ട് ഒരു കൃഷിയിടം വർക്ക് ചെയ്യും. ഒരു കൃഷിയിടം 10 പേരെ കൊണ്ട് വർക്ക് ചെയ്യും. പക്ഷെ അവിടെ 20 പേരുണ്ട്. എപ്പോഴാണ് അഗ്രികൾച്ചർ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അഗ്രികൾച്ചറിൽ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാക്കുന്നതെന്ന് അറിയാമോ? അതായത് UP യിലൊക്കെ അല്ലെങ്കിൽ നോർത്തേൺ ഇന്ത്യയിൽ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു ഫാമിലി ബിസിനസ് ആണ്. അച്ഛനും മകനും അമ്മയും പെങ്ങന്മാരും മക്കളും എല്ലാവരും കൂടി നോക്കി നടത്തുന്ന ഒരു ഫാമിലി ബിസിനസ് ആണ്. അല്ലേ? നിങ്ങൾ മേലെ പറമ്പിൽ ആൺവീട് എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടോ? അതിലെങ്ങനെയാണ് അവർ കൃഷി ചെയ്യുന്നത്? എല്ലാ സാധനങ്ങളും അവരവിടെ ഉണ്ടാക്കുകയാണ്, ഒന്നും പുറത്തുനിന്ന് വാങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ സിനിമയിലെ കാര്യസ്ഥനല്ല, ആ പ്രൊമനന്റ് ക്യാരക്ടർ ചെയ്യുന്ന ആള് അവിടെ വീമ്പിളക്കുന്നുണ്ട്. സോ അതുപോലെ ഒരു ഫാമിലി ബിസിനസ് ആണ് പലപ്പോഴും ഈ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അഗ്രികൾച്ചറിന് കുറച്ച് ലാൻഡേ ഉണ്ടാവുള്ളൂ, അതിൽ നിന്ന് അവരെല്ലാവരും വർക്ക് ചെയ്യും. മനസ്സിലായോ? സോ ഒരുപാട് ആളുകൾ കുറച്ച് ലാൻഡിൽ പണിയെടുക്കുന്നു. അത്രയും ആളുകൾ ചിലപ്പോൾ വേണ്ടി വരില്ല. ഇവര് അവിടെ വർക്ക് ചെയ്യാണ്ട് ഇവരിൽ പലരും എന്തിലേക്ക് പോയി കഴിഞ്ഞാൽ, മാനുഫാക്ചറിങ് സെക്ടറിലേക്കോ അല്ലെങ്കിൽ സർവീസ് സെക്ടറിലോ പോയി കഴിഞ്ഞാൽ ഇന്ത്യയുടെ GDP ഉയരില്ലേ? GDP ഉയരും. ഇവരുടെ പോക്കറ്റ് വീർക്കില്ലേ? പൈസ ബാങ്കിൽ വരില്ലേ? വരും. മനസ്സിലായി? സോ അതൊന്നും ചെയ്യാണ്ട് ഒരുപാട് ആളുകൾ എന്തിലേക്ക് വരികയാണ്? അഗ്രികൾച്ചറിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് എന്ത് പറയുന്നത്? ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സീസണൽ അൺഎംപ്ലോയ്മെന്റ്. പേരിൽ തന്നെയുണ്ട്. ചില സീസണുകളിൽ പണി ഉണ്ടാവും, ചില സീസണുകളിൽ പണി ഉണ്ടാവില്ല. ചില കാലാവസ്ഥയ്ക്ക് അനുസൃതമായിട്ട് അല്ലെങ്കിൽ മൈഗ്രേഷൻ അനുസൃതമായിട്ട് അല്ലെങ്കിൽ എന്താണ് പ്രൊഡക്റ്റിന്റെ ഇമ്പോർട്ടിനനുസൃതമായിട്ട് അങ്ങനെയൊക്കെ എംപ്ലോയ്മെന്റ് കിട്ടുന്നതിനെയാണ് സീസണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഈ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ അതായത് കറന്റ്ലി ഉള്ള സ്കില്ലിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മളുടെ സ്കില്ല് കറന്റ്ലി ഉള്ള മാർക്കറ്റുമായിട്ട് ഒത്തുചേർന്ന് പോകുന്നില്ല. ഓക്കെ, arise from mismatch between available jobs and workers skill. ഓക്കെ, വർക്കേഴ്സിന്റെ സ്കില്ല്, അതായത് ഒരുപാട് BA ഇംഗ്ലീഷുകാരനും ഒരുപാട് കൊമേഴ്സുകാരനും ഒരുപാട് ജോഗ്രഫിക്കാരനും ഉണ്ട്. പക്ഷേ ഇപ്പൊ കറന്റ്ലി ലോകത്തിന് ആവശ്യം റോബോട്ടിക്സ് പഠിച്ചവരെയാണ്, അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് പഠിച്ചവരെയാണ്, ഫിസിക്സ് പഠിച്ചവരെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫീൽഡിൽ നിൽക്കുന്നവരെയാണ്. അങ്ങനെയെങ്കിൽ ഈ ചേഞ്ച് കാരണം, സ്കില്ലില്ലാത്തത് കാരണം
അൺഎംപ്ലോയ്മെന്റ് ആകുന്നവരുടെ അവസ്ഥയെ വിളിക്കുന്ന പേരെന്താണ്? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ഓക്കെ, ഒരു സ്ട്രക്ചറൽ ചേഞ്ച് അല്ലെങ്കിൽ എൻ്റെ ഒരു സ്ട്രക്ചർ കാരണമാണ് എനിക്ക് എംപ്ലോയ്മെന്റ് കിട്ടാത്തത്. സ്ട്രക്ചർ മീൻസ് എഡ്യൂക്കേഷൻ സ്ട്രക്ചർ, മനസ്സിലായോ? അല്ലെങ്കിൽ സ്കിൽ ഇല്ലാത്തത് കൊണ്ട്, മനസ്സിലായോ? സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. ദെൻ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ്, പുതിയൊരു ടെക്നോളജി വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് തൊഴിൽ പോകുന്നതിനെയാണ് അല്ലെങ്കിൽ തൊഴിലില്ലായ്മ രൂപപ്പെടുന്നതിനെയാണ് ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ദെൻ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്? റിസഷൻസ് വരുമ്പോൾ കൂടുതലായിട്ട് ജോലി പോവുകയും എക്സ്പാൻഷൻ സംഭവിക്കുമ്പോൾ കൂടുതൽ ജോലി കിട്ടുകയും ചെയ്യുന്നത് ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്? ബിസിനസ് സൈക്കിളിന് അനുസൃതമായിട്ട് ഒരു ബൂം പീരീഡ് വരുമ്പോൾ ഒരുപാട് ജോലി കിട്ടും. ദെൻ ഒരു റിസഷൻ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ജോലി പോകും. അമേരിക്ക പോലെയുള്ള ഹൈലി ക്യാപിറ്റലിസ്റ്റ് കൺട്രീസിലാണ് ഈ ഒരു റിസഷന്റെ എക്സാമ്പിൾസ് വരുന്നത്. ഓക്കെ, ദെൻ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഈ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ്? ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് റെഫേഴ്സ് ടു എ ടൈം ലാഗ് ബിറ്റ്വീൻ ജോബ്സ് when an individual is searching for a new job or switching between jobs. അതായത് ഒരു പുതിയൊരു തൊഴിൽ തേടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ജോബിൽ നിന്ന് മറ്റൊരു ജോബിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ മറ്റൊരു ജോബിലേക്ക് പോകാനായിട്ട് അവര് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്തിനെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു, സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ് പഠിച്ചു. അപ്പൊ ടോട്ടൽ അൺഎംപ്ലോയ്മെന്റ്സ് എന്ന് പറഞ്ഞ് ഒന്ന് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. ഡിസ്ഗൈസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുപാട് പേര് അതിൽ കൂടിയിട്ടുണ്ട്. ദെൻ സീസണൽ അൺഎംപ്ലോയ്മെന്റ്, ഒരു സീസണിൽ മാത്രമേ പണിയുള്ളൂ. ഓക്കെ, ദെൻ വേറെ എന്താണ്? നമ്മളുടെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ്. സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്റെ സ്കിൽസ് അല്ലെങ്കിൽ എന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, എന്റെ സ്കിൽസ് കറന്റ് മാർക്കറ്റിലുള്ള സ്കില്ലുമായിട്ട് ജോയിൻ ചെയ്തു പോകുന്നില്ല. എന്റെ സ്ട്രക്ചറിന് എന്തോ ഒരു ഡാമേജ് ഉണ്ട്. സോ അത് കാരണം ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന അൺഎംപ്ലോയ്മെന്റ്. ദെൻ ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് പറയണ്ടല്ലോ. AI വരുന്നു, ജോലി പോകുമോ ഇല്ലയോ? സോ അതൊരു ടെക്നോളജിക്കൽ അൺഎംപ്ലോയ്മെന്റ് ആണ്. ദെൻ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെന്റ്, ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റികളിൽ കാണുന്ന ഒരു തരം അൺഎംപ്ലോയ്മെന്റ് ആണ് സൈക്ലിക്കൽ. അതായത് ബിസിനസ് സൈക്കിളിന് അനുസൃതമായിട്ട് ബൂം വരുമ്പോൾ ഒരുപാട് ബൂം വന്നു കഴിയുമ്പോൾ ഒരുപാട് ജോലി ഉണ്ടാവും. റിസഷന്റെ സമയത്ത് എല്ലാവരെയും തിരിച്ചുവിടും. ഫ്രിക്ഷൻ അൺഎംപ്ലോയ്മെന്റ്, ഇത് അൺഎംപ്ലോയ്മെന്റ് അല്ല, പക്ഷെ ജോലി മാറുന്നതിന് ഇടയിൽ കുറച്ച് നാളും അവർക്ക് ജോലി ഇല്ലാതിരിക്കുന്ന അവസ്ഥയെയാണ് ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ മേജർലി ഇന്ത്യയുടെ പ്രോബ്ലംസ് എന്താണ്? ഇന്ത്യയുടെ മേജർ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഗ്രികൾച്ചർ മേഖലയിലാണ് ഒരുപാട് ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെന്റ് അഗ്രികൾച്ചറൽ മേഖലയിൽ ഒരുപാടുണ്ട്. അത് ഒരു മേജർ കൺസേൺ ആണ്. ദെൻ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിലാണ് അധികം ആളുകളും, അതായത് 90% ആളുകൾ അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ്. ദെൻ 70% ആളുകൾ എന്തിലാണ് വർക്ക് ചെയ്യുന്നത്? അഗ്രികൾച്ചറിലാണ്. ഓക്കെ, അഗ്രികൾച്ചർ സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണ് അൺഎംപ്ലോയ്മെന്റിനെ കുറിച്ചിട്ട് പറയുന്നത്. ദെൻ നമ്മളുടെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഫോർത്ത് ആർട്ടിക്കിളിലേക്ക് പോകാം. ഫോർത്ത് ആർട്ടിക്കിളും ഒരു റിവിഷൻ ആർട്ടിക്കിൾ ആണ്. എന്താണെന്ന് ഞാൻ പറയാം. അതായത് ഹൗ ഡസ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വർക്ക്? എങ്ങനെയാണ് നോർമൽ ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ദെൻ എങ്ങനെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വർക്ക് ചെയ്യുന്നത് എന്ന് കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നോർമൽ ഇന്റർനെറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? അതായത് ഒരു സെർവർ ഉണ്ടാവും, അവിടെ നിന്ന് വയർ ത്രൂ അല്ലെങ്കിൽ ആന്റീന ത്രൂ എന്ത് ചെയ്യും? ഇന്റർനെറ്റ് ഡെസിമിനേറ്റ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നത്. നമ്മളുടെ വൈഫൈ യൂസ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് കേബിളുകൾ വഴിയൊക്കെയാണ് നമുക്ക് ഇന്റർനെറ്റ് കിട്ടുന്നത്. ഈ ഒരു പ്രക്രിയ സാറ്റലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഓക്കെ, ട്രഡീഷണൽ നെറ്റ്വർക്കിൽ നിന്നല്ലാണ്ട് സാറ്റലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് കണക്ട് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാർലിങ്ക് ആണ് ഇത് കുറച്ചും കൂടി പ്രൊമോട്ട് ചെയ്തത്, അല്ലെങ്കിൽ നമ്മളുടെ ആരാണ്? എലോൺ മസ്കിന്റെ സ്റ്റാർലിങ്ക് ആണ് കുറച്ചും കൂടി ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് കുറച്ചും കൂടി എല്ലാവർക്കും വേണ്ടിയിട്ട് എത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്താക്കിയത്? ഈ സാറ്റലൈറ്റ് കണക്ടിവിറ്റിയെ കുറച്ചും കൂടി വിപുലീകരിച്ചത്, പോപ്പുലറൈസ് ചെയ്തത്. ഇന്ത്യയുടെ ഒരു എക്സാമ്പിൾ എടുത്തേ. ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റേൺ സൈഡ്, മിസോറം, മേഘാലയ, അങ്ങനെയുള്ള ഒരു സൈഡിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? ഇന്റർനെറ്റ് കണക്ടിവിറ്റി കൂടുതലായിട്ട് എത്തിക്കണം. അപ്പൊ അവിടെ ഈ ഇൻഫ്രാസ്ട്രക്ചറുകൾ ബിൽഡ് ചെയ്യാനായിട്ട് ചില പ്രശ്നങ്ങൾ ഉണ്ടല്ലോ. എന്താ പ്രശ്നം? കുന്നും മലയുമാണ്. സോ ആന്റീനകൾ വെക്കാനായിട്ടും ടവറുകൾ വെക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. സോ ഇന്റർനെറ്റ് കണക്ടിവിറ്റി പരസ്പരം കണക്ട് ചെയ്യാത്ത, അതായത് ഒരു വലിയ മലയുണ്ടെന്ന് വിചാരിക്കുക, മലയുടെ അപ്പുറത്തൊരു ടവറും ഇപ്പുറത്തൊരു ടവറും വെക്കാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? കണക്ടിവിറ്റി അവിടെ ലോസ് ആയി പോകും.
സോ മലയുടെ മുകളിൽ ഒരു ടവർ വെക്കണം, താഴെ 2 ടവറുകൾ വെക്കണം. സോ ഇൻഫ്രാസ്ട്രക്ചർ കോസ്റ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് എന്ന് പറയുന്ന ഒരു പോസിബിലിറ്റി യൂസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ കണക്ടിവിറ്റിക്ക് മാത്രമല്ല, ഹ്യൂമൻ കണക്ടിവിറ്റിക്ക് മാത്രമല്ല, എന്തിനൊക്കെ യൂസ് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ഡിഫൻസ് ടെക്നോളജിക്ക് വേണ്ടിയിട്ട് ഹെവിലി യൂസ് ചെയ്യാൻ പറ്റും ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, ദെൻ സാറ്റലൈറ്റുകൾ പറയുമ്പോൾ സാറ്റലൈറ്റുകൾ എവിടെയാ പ്ലേസ് ചെയ്യുന്നത്? നിസാർ സാറ്റലൈറ്റിന്റെ കേസിൽ പറഞ്ഞു ലോ എർത്ത്, മീഡിയം എർത്ത്, ഹൈ എർത്ത് ഓൾട്ടിറ്റ്യൂഡ്. ഇവിടെയും സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വെക്കുന്നത് ഈ ഒരു മേഖലയിൽ തന്നെയാണ്, ലിയോ, ലോ എർത്ത് ഓർബിറ്റ്. സോ ഇന്നത്തെ പത്രം വായിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയോ? നമ്മളിപ്പോ 2 മാസത്തിലേക്ക് കടക്കുകയാണ്. നമുക്കിപ്പോ ഒരു ബേസ് ബിൽഡ് ആയിട്ടുണ്ട്. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ പത്രം വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുള്ള പല കാര്യങ്ങളുമാണ് നിങ്ങൾ പത്രത്തിൽ കാണുന്നത് എന്നൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നില്ലേ? ഇനി ഇതിലാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. ത്രൂ ക്വസ്റ്റ്യൻസ്, ത്രൂ റിവിഷൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യും. അത് വിത്തിൻ ഈ മന്ത് കഴിയുമ്പോഴേക്കും നമുക്കതൊരു ഡീറ്റെയിൽ ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കാം. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ കറണ്ട് അഫയേഴ്സിൽ ചേഞ്ചസുകൾ വരുത്താം. ഓക്കെ, സോ നമ്മൾ ഡിസ്കസ് ചെയ്തൊരു സാധനം തന്നെയാണ് ഇന്ന് വന്നിരിക്കുന്നത്. ലോ എർത്ത് ഓർബിറ്റ്, മീഡിയം എർത്ത് ഓർബിറ്റ്, എന്താണ് ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ്. ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എർത്ത് ഓർബിറ്റുകൾ തന്നെയാണ്. പക്ഷെ അതെന്താണ്? നമ്മളുടെ ഭൂമിയുടെ ഒരു സ്ഥലത്ത് മാത്രം, ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് മാത്രം ലൊക്കേറ്റ് ചെയ്യും. അതായത് ഒരു പൊസിഷനിൽ തന്നെ ആയിരിക്കും അത് ഭൂമി കറങ്ങുന്നതോടൊപ്പം ഉണ്ടാവുക. ജിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമി. സ്റ്റേഷനറി, ഒരു സ്ഥലത്ത് മാത്രം ഉറച്ചു നിൽക്കുന്നു, സ്റ്റേഷനറി. ഓക്കെ, മൂവിങ് അല്ല, സ്റ്റേഷനറി ആണ്. ഓക്കെ, ജിയോ സ്റ്റേഷനറി എർത്ത് ഓർബിറ്റ്. അത് ഹൈ എർത്ത് ഓർബിറ്റിന്റെ ഒരു എക്സാമ്പിൾ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു സബ്സെക്ഷൻ തന്നെയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് പറഞ്ഞേ, ലിയോ എർത്ത് ഓർബിറ്റ് എന്ന് പറയുമ്പോൾ എത്ര കിലോമീറ്റർ വരെയാണ്? 2000 കിലോമീറ്റർ വരെ. ഇന്നത്തെ പത്രത്തിലും എഴുതിയിട്ടുണ്ടല്ലോ, അത് 2000 കിലോമീറ്റർ വരെ. 2000 to 35,000 കിലോമീറ്റർ വരെ എന്താണ്? മീഡിയം എർത്ത് ഓർബിറ്റ്. ദെൻ ഹൈ എർത്ത് ഓർബിറ്റ് എത്രയാണ്? 36,000 കിലോമീറ്റർ മുതൽ മുകളിലേക്കുള്ളതെല്ലാം ഹൈ എർത്ത് ഓർബിറ്റ് ആണ്. എന്തിനാണ് ഈ ലോ എർത്ത് ഓർബിറ്റിലും മീഡിയം എർത്ത് ഓർബിറ്റിലും ഹൈ എർത്ത് ഓർബിറ്റിലും കൊണ്ടുപോയി വെക്കുന്നത്? ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചാൽ പോരാ. ലോ എർത്ത് ഓർബിറ്റ് ആണെങ്കിൽ ലോകം മുഴുവനും അല്ലെങ്കിൽ ഭൂമി മുഴുവൻ കവർ ആവില്ല, ചെറിയ സ്ഥലങ്ങൾ മാത്രമേ കവർ ആവുകയുള്ളൂ. മീഡിയം എർത്ത് ഓർബിറ്റ് ആണെങ്കിൽ അതിലും കുറച്ചും കൂടി വലിയ ഏരിയയിലേക്ക് നമുക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. ജിയോ സിൻക്രണസ് ഓർബിറ്റ് ആണ് അല്ലെങ്കിൽ ഹൈ എർത്ത് ഓർബിറ്റ് ആണെങ്കിൽ എന്താ പ്രത്യേകത? ഭൂമി മുഴുവൻ കവർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വെക്കുകയാണ്. ഹൈ ഓൾട്ടിറ്റ്യൂഡിൽ വെക്കുമ്പോൾ മറ്റൊരു പ്രശ്നമുണ്ട്. സാറ്റലൈറ്റുകൾ, പെർട്ടിക്കുലർലി ഇന്റർനെറ്റ് സാറ്റലൈറ്റുകളെ കുറിച്ചിട്ട് ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹൈ എർത്ത് ഓർബിറ്റിൽ വെക്കുകയാണ്, അതായത് 36,000 കിലോമീറ്ററിൽ ഞാനൊരു സാറ്റലൈറ്റ് കൊണ്ടുപോയി വെക്കുകയാണ്. എന്റെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടണമല്ലോ. സോ എന്റെ മൊബൈലിൽ നിന്ന് ഞാൻ അയക്കുന്ന ഒരു വാട്സപ്പ് മെസ്സേജ്, ഓക്കെ, ഞാൻ അയക്കുന്ന ഒരു വാട്സപ്പ് മെസ്സേജിന്റെ മെസ്സേജ് എങ്ങടേക്ക് പോകണം? ഇന്റർനെറ്റിലൂടെ 36,000 കിലോമീറ്ററുള്ള ഹൈ എർത്ത് ഓർബിറ്റിലെ സാറ്റലൈറ്റിൽ പോവുകയും അവിടെ നിന്ന് സാറ്റലൈറ്റ് സന്ദേശം വീണ്ടും 36,000 കിലോമീറ്റർ താഴേക്ക് സഞ്ചരിച്ചും എന്ത് പോകണം? എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മെസ്സേജിലേക്ക് പോകണം, അല്ലെങ്കിൽ ഫോണിലേക്ക് പോകണം, അല്ലേ? എൻ്റെ ഒരു 36,000 കിലോമീറ്റർ അങ്ങോട്ട് സഞ്ചരിക്കണം, 36,000 കിലോമീറ്റർ ഇങ്ങോട്ട് സഞ്ചരിക്കണം. ഓക്കെ, സോ ഹൈ ലേറ്റൻസി അല്ലെങ്കിൽ ലേറ്റൻസി കൂടാനായിട്ടുള്ള സാധ്യത ഈ ഹൈ എർത്ത് ഓർബിറ്റുകളിലും മീഡിയം എർത്ത് ഓർബിറ്റുകളിലും ഉണ്ട്. മനസ്സിലായോ? സോ ഇത്രയും ദൂരം സഞ്ചരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരു ടെസ്ല കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ബ്രേക്ക് ഇടണം. അതായത് ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഇന്റർനെറ്റ് ഓഫ് തിങ്സ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഓഫ് എവരിത്തിങ്, എല്ലാ കാര്യങ്ങളിലും ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു വണ്ടി നിങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെസ്ല കാർ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ടെസ്ല കാർ എന്താ ചെയ്യുക? ടെസ്ല കാർ ഓട്ടോമാറ്റിക്കലി ബ്രേക്ക് പിടിക്കുമല്ലോ. ഫ്രണ്ടിൽ ഒരു വണ്ടി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റെക്കഗ്നൈസ് ചെയ്തുകൊണ്ട് ബ്രേക്ക് പിടിക്കും. നിങ്ങളൊന്ന് ചിന്തിക്കുക, ഈ സിസ്റ്റം ഇന്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ബ്രേക്ക് പിടിക്കണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് ഇന്റർനെറ്റ് ഉള്ളപ്പോഴാണ് എന്ന് ചിന്തിക്കുക. അങ്ങനെ അല്ല അത് വർക്ക് ചെയ്യുന്നത്. ഇന്റർനെറ്റ് ഉള്ളപ്പോഴാണ് ഈ ബ്രേക്ക് പിടിക്കണമോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ്. അല്ലെങ്കിൽ ഇന്റർനെറ്റ് ഒരു AI മോഡലാണ് ഇത് അനലൈസ് ചെയ്യുന്നത് വിചാരിക്കുക. സോ നിങ്ങൾ ഒരു ഹൈ എർത്ത് ഓർബിറ്റിൽ ഇരിക്കുന്ന സാറ്റലൈറ്റിൽ നിന്നുള്ള ഇന്റർനെറ്റ് ആണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ പെട്ടെന്നൊരു കുട്ടി നമ്മുടെ വണ്ടിയിലേക്ക് വട്ടം ചാടുകയാണ്, ഫ്രണ്ടിലേക്ക് വട്ടം ചാടുകയാണ്. വട്ടം ചാടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക? നമ്മളുടെ
കാറിൽ നിന്നുള്ള ഇൻഫോർമേഷൻ സാറ്റലൈറ്റിലേക്ക് പോകും. 36,000 കിലോമീറ്റർ സഞ്ചരിച്ച് സാറ്റലൈറ്റിലേക്ക് പോകും. ദെൻ ബ്രേക്ക് പിടിക്കണം എന്നൊരു ഇൻഫോർമേഷൻ എവിടേക്ക് നിന്ന് സാറ്റലൈറ്റ് ത്രൂ എന്തിലേക്ക് വരും, അല്ലെങ്കിൽ സാറ്റലൈറ്റിലെ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സെർവറിൽ നിന്ന് ഇന്റർനെറ്റിലേക്ക് പോയിട്ട് ഇന്റർനെറ്റ് ഈ 36,000 കിലോമീറ്റർ താണ്ടിയിട്ട് നമ്മളുടെ കാറിലേക്ക് വരും. ആ സമയം കൊണ്ട് കുട്ടി മരിച്ചിരിക്കും. ഓക്കെ, സോ ഹൈ ലേറ്റൻസി ആണ് ഒരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ. ഹൈ ലേറ്റൻസി ആയിരിക്കും ഹൈ എർത്ത് ഓർബിറ്റിലും മീഡിയം എർത്ത് ഓർബിറ്റിലും ഉണ്ടാവുക. ദെൻ ഇലോൺ മസ്ക് ആണ് ഈ ലോ എർത്ത് ഓർബിറ്റുകളുടെ ഒരു സാധ്യത തിരിച്ചറിഞ്ഞ ഒരാൾ. ഓക്കെ, ലോ എർത്ത് ഓർബിറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ സ്ഥലങ്ങൾ മാത്രമേ കവർ ചെയ്യുള്ളൂ. പക്ഷേ ഒരു 10-18,000 സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാം ഇന്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോകം മൊത്തം കവർ ചെയ്യില്ലേ? സോ ഒരു 17,000 സാറ്റലൈറ്റുകളെ ലോ എർത്ത് ഓർബിറ്റിലേക്ക് വിടാനായിട്ടുള്ള ഒരു പ്ലാനാണ് നമ്മളുടെ സ്റ്റാർലിങ്ക് പ്രൊജക്ടിന് ഉള്ളത്. ഓക്കെ, പേരിൽ തന്നെയുണ്ട് സ്റ്റാറുകളെ ലിങ്ക് ചെയ്യുക. സ്റ്റാർ ആരാണ്? ഈ സാറ്റലൈറ്റുകളാണ് സ്റ്റാറുകളെ ലിങ്ക് ചെയ്യുക. ഓക്കെ, സോ 17,000 എന്ന് പറയുന്നത് ആദ്യഘട്ടം. ദെൻ ഒരു 42,000 സാറ്റലൈറ്റുകളിലേക്ക് ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. മനസ്സിലായല്ലോ എങ്ങനെയാണ് സാറ്റലൈറ്റ് ഇത് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ദെൻ എങ്ങനെയാണ് ഇതിന് മാത്രമൊന്നുമല്ല, നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, ഡിസാസ്റ്റർ റെസ്പോൺസസിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. മിലിറ്ററി ഓപ്പറേഷനുകൾക്ക് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യാം. ഡിസാസ്റ്റർ റെസ്പോൺസിന്റെ ഒരു എക്സാമ്പിൾ ഉണ്ട്. മറ്റേ ഹാർവേ ഹ്യൂറിക്കെയിൻ 2017 സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയാണ് കമ്മ്യൂണിക്കേഷനുകളും അവിടെ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം നമ്മൾ നടത്തിയത്. ദെൻ റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റുകൾ ഈ സ്റ്റാർലിങ്കിന്റെ ഈ സാറ്റലൈറ്റ് ഇന്റർനെറ്റ് വലിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഈ ലോ എർത്ത് ഓർബിറ്റിലെ സാറ്റലൈറ്റുകൾ, ഇന്റർനെറ്റ് സാറ്റലൈറ്റുകൾ ഹൈ ഫ്യൂച്ചർ നൽകുന്ന ഒരു പ്രക്രിയ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഓക്കെ, സോ ദെൻ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് വരുന്നത്? റൂറൽ കണക്ടിവിറ്റി, അഗ്രികൾച്ചറിനെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. പ്രിസിഷൻ ഫാമിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ദെൻ ട്രാൻസ്പോർട്ടേഷൻ, ഓഫ് കോഴ്സ് ട്രാൻസ്പോർട്ടേഷൻ, സെൽഫ് ഡ്രൈവിംഗ് കാർ, നാവിഗേഷൻ, ലോജിസ്റ്റിക്സിന് വേണ്ടിയിട്ട്. ദെൻ ഹെൽത്ത് കെയർ, ദെൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ്. ഒന്നും ഡിസ്കസ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ, വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. ദെൻ ഡിഫൻസ്, ഓഫ് കോഴ്സ് ഡിഫൻസിന് എന്തായാലും യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും. ഈ ഒരു സ്ലൈഡ്, ഈ ഒരു പെർട്ടിക്കുലർ 6 പോയിന്റുകൾ നിങ്ങളുടെ മെയിൻസ് ആൻസർ റൈറ്റിങ്ങിലുള്ള അല്ലെങ്കിൽ മെയിൻസ് നമ്മളുടെ സിലബസിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതായത് ടെക്നോളജിയുടെ ആപ്ലിക്കേഷനുകൾ, മോഡേൺ ടെക്നോളജിയുടെ ആപ്ലിക്കേഷനുകളും എപ്പോഴും ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. മെയിൻസ് പെർസ്പെക്റ്റീവിൽ എപ്പോഴും ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. സോ ഇങ്ങനെയുള്ള ഡൈവേഴ്സ് ആയിട്ടുള്ള പോയിന്റുകൾ നിങ്ങൾ അവിടെ എഴുതാനായിട്ട് ശ്രദ്ധിക്കണം. അഗ്രികൾച്ചർ, ടെക്നോളജി, സാറ്റലൈറ്റ് വെക്കുന്നത് കൊണ്ട് അഗ്രികൾച്ചറിന് എന്ത് ഗുണമുണ്ടാവും? ഡിസാസ്റ്റർ മാനേജ്മെന്റിന് എന്ത് ഗുണമുണ്ടാവും? ഹെൽത്ത് സെക്ടർ, റൂറൽ കണക്ടിവിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ദെൻ ഡിഫൻസ്. ഓക്കെ, ദെൻ ലീവ് ഇറ്റ്. ഇതൊക്കെയാണ് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. ദെൻ എനിക്ക് ഒരു കാര്യം കൂടി ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ലാസ്റ്റ് ഡിസ്കഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെഡീഷനെ കുറിച്ചിട്ടാണ്. സെഡീഷൻ ലോസ് ഇൻ ഇന്ത്യ. സെഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെഡീഷൻ രാജ്യദ്രോഹ കുറ്റം. ഓക്കെ, രാജ്യദ്രോഹ കുറ്റങ്ങളെയാണ് സെഡീഷൻ എന്ന് വിളിക്കുന്നത്. ഇന്ത്യയില് സെഡീഷൻ ലോ ആരംഭിക്കുന്നത് ആരാണ്? ബ്രിട്ടീഷുകാരുടെ കാലം മുതലേ ഈ സെഡീഷൻ ലോ ഇന്ത്യയിലുണ്ട്. ഓക്കെ, IPC-യിലാണെങ്കിൽ, ഇന്ത്യൻ പീനൽ കോഡിലാണെങ്കിൽ IPC സെക്ഷൻ 124A ഏതാണ്? IPC-യിലെ 124 സെക്ഷൻ 124A ആണ് സെഡീഷനെ കുറിച്ചിട്ട് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ അല്ലെങ്കിൽ സെക്ഷൻ. ഓക്കെ, 124A എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് മനസ്സിൽ കത്തണം? A. അപ്പോ 24-നും 25-നും സെക്ഷൻ 124-നും 125-നും ഇടയിലുള്ളതാണ്. അപ്പോ ഇത് പിന്നീട് എപ്പോഴെങ്കിലും ചേർത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു A ഇട്ടിട്ട് അവര് വന്നിരിക്കുന്നത്. മനസ്സിലായോ? സോ 1861 IPC രൂപീകരിച്ചപ്പോ ഈ സെഡീഷൻ ലോ അവിടെ ഉണ്ടായിരുന്നില്ല. ദെൻ 1870 വീണ്ടും ഈ സെഡീഷൻ സെക്ഷൻസ് നമ്മൾ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ 1870 അമെന്റ്മെന്റിലാണ് നമ്മൾ ഈ സെഡീഷൻ ലോ ഇന്ത്യയിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ് സെഡീഷൻ? സെഡീഷൻ ഈസ് ഡിഫൈൻഡ് ആസ് ബ്രിങ്ങിങ് ഇൻ ടു ഹേറ്റ്രഡ് ഓർ കണ്ടംപ്റ്റ് or excites
or attempt to excite disaffections towards the government established by law. അതായത് സർക്കാരിനെതിരെ നിയമാനുസൃതം രൂപീകരിച്ചിരിക്കുന്ന സർക്കാരിനെതിരെ വെറുപ്പ് അല്ലെങ്കിൽ വിദ്വേഷം പ്രചരിപ്പിക്കുകയോ പ്രചരിപ്പിക്കാനായിട്ടുള്ള ആയുധങ്ങളായിട്ട് മാറുകയോ ചെയ്യുന്ന അവസരത്തെയാണ് രാജ്യദ്രോഹ കുറ്റം എന്ന് പറയുന്നത്. ഓക്കെ, എങ്ങനെയൊക്കെയാണ് ഇത് പ്രവർത്തിക്കുക? ത്രൂ വേർഡ്സ്, വാക്കുകൊണ്ട് ചെയ്യാം, എഴുത്തുകൊണ്ട് ചെയ്യാം, അല്ലെങ്കിൽ വിസിബിൾ റെപ്രസെന്റേഷനുകളോടിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, സോ എന്താണ് കഴിഞ്ഞ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 8 വർഷങ്ങളിലായിട്ട് നമ്മളുടെ സെഡീഷൻ രാജ്യദ്രോഹ കുറ്റം ചുമത്തുന്നത് ഹൈലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ ഹൈലി ഇൻക്രീസ് ആയിട്ടുണ്ട്. എത്ര പെർസെന്റേജ് ആണെന്നുള്ളത് ഞാൻ മറന്നുപോയി. ഹൈലി ഇൻക്രീസ് ആയിട്ടുണ്ട്. ഓക്കെ, സോ നമുക്ക് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഉണ്ട്. നമുക്ക് ത്രൂ വേർഡ്സ് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സെഡീഷൻ വിളിച്ചു വരുത്താനായിട്ടുള്ള സാധ്യമാണ്. സയൻസ് അല്ലെങ്കിൽ ലിറ്ററേച്ചർ സെഡീഷൻ വിളിച്ചു വരുത്താനായിട്ടുള്ള കാരണമാണ്. വിസിബിൾ റെപ്രസെന്റേഷൻ സിനിമ ഒരു വിസിബിൾ റെപ്രസെന്റേഷൻ അല്ലേ? സോ ഇങ്ങനെയുള്ള ഉപാധികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യാണ്? വെറുപ്പ് വിദ്വേഷമൊക്കെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്തിനുള്ള സാധ്യതയുണ്ട്? സെഡീഷൻ വിളിച്ചു വരുത്താനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, 3 വർഷത്തോളം പണിഷ്മെന്റ് അടങ്ങുന്ന ഒരു കുറ്റമാണ് സെഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോ നമ്മുടെ ആർട്ടിക്കിൾ 19 ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അതിനെ ലംഘിക്കുന്ന ഒരു സിറ്റുവേഷൻ അല്ലേ സെഡീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ആണോ? ആയിരിക്കാം. കാരണം ഒരു രാജ്യത്തിന്റെ ഇന്റഗ്രിറ്റി, രാജ്യത്തിന്റെ സോവറിനിറ്റിയൊക്കെ കീപ്പ് ചെയ്യേണ്ടത് ഒരു രാജ്യത്തിന്റെ ഉത്തരവാദിത്തമാണ്. സോ ഇത് ഒരു ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഈ സെഡീഷൻ ലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണമോ വേണ്ടയോ എന്നുള്ളത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഓക്കെ, സോ സെഡീഷൻ ലോസിനെ കുറിച്ചിട്ട് മനസ്സിലായല്ലോ. റെസ്ട്രിക്ഷൻ എന്താണ്? നമ്മുടെ ഫ്രീഡം ഓഫ് സ്പീച്ച്, ഫണ്ടമെന്റൽ റൈറ്റുകൾക്ക് എതിരെ കടന്നു കയറാനായിട്ടുള്ള ഒരു ലോയാണ് സെഡീഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ 1870 മുതൽ ഇന്ത്യയിൽ നിലനിന്നിരുന്നതാണ് ഈ സെഡീഷൻ ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ മേജർലി നമ്മളുടെ 1-ാം ലോക മഹായുദ്ധ കാലത്തൊക്കെ ഇന്ത്യയിൽ സെഡീഷൻ ലോസ് ഉണ്ടായിരുന്നു. ഏതാണ് നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട സെഡീഷൻ ലോ? റൗലറ്റ് ആക്ട് എന്ന് കേട്ടിട്ടുണ്ടോ? റൗലറ്റ് ആക്ട് ഏതാണ്? ജാലിയൻ വാലാബാഗ് നടക്കാൻ കാരണമായത് ഈ റൗലറ്റ് ആക്ടിന് എതിരെയുള്ള പ്രതിഷേധങ്ങളാണ്. റൗലറ്റ് ആക്ടിന്റെ ഒഫീഷ്യൽ നെയിം എന്താണ്? അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട് ഓഫ് 1919. അതായത് 1914 1-ാം ലോക മഹായുദ്ധം പൊട്ടി പുറപ്പെട്ടപ്പോൾ അതിന് തടയിടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ അതിനെതിരെ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 1950. ഓക്കെ, 1950 പബ്ലിക് സേഫ്റ്റി ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ പ്രൊവിഷനുകൾ എടുത്തിട്ട് യുദ്ധം കഴിഞ്ഞിട്ടും നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ വെച്ചുകൊണ്ടിരുന്നു. സോ അവിടെ 1919 ഒരു പുതിയ ആക്ട് രൂപീകരിച്ചു. ദ അനാർക്കിയൽ ആൻഡ് റെവല്യൂഷണറി ക്രൈംസ് ആക്ട്, അല്ലെങ്കിൽ ഫേമസ്ലി കോൾഡ് ദ റൗലറ്റ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 1919 ക്രിയേറ്റ് ചെയ്യുന്നു. മേജർലി സെഡീഷൻ ആയിരുന്നു. ദെൻ എന്താണ്? 1927 നമ്മളുടെ ഭഗത് സിംഗ് ഉണ്ടല്ലോ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിട്ടുള്ള ഭഗത് സിംഗ് ബോംബ് എറിയാനായിട്ട് പാർലമെന്റിലേക്ക് പോകുന്നുണ്ട്. ഈ ബോംബ് എറിയാനായിട്ട് പാർലമെന്റിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ഏത് ബില്ല് ചർച്ച ചെയ്യുമ്പോഴാണ് പാർലമെന്റിൽ ബോംബ് എറിയാനായിട്ട് പോകുന്നത്? പബ്ലിക് സേഫ്റ്റി ബിൽ. 1927 പബ്ലിക് സേഫ്റ്റി ബിൽ എന്ന് പറയുന്ന ഒരു ബില്ല് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ബോംബ് എറിയുന്നത്. ഓക്കെ, സോ അവിടെയും സെഡീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോ ആണ്. ദെൻ വേൾഡ് വാർ 2 വന്നു കഴിഞ്ഞപ്പോഴും സെഡീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലോസ് വന്നിട്ടുണ്ട്. പക്ഷേ ഇന്ത്യ സ്വതന്ത്രമായി കഴിഞ്ഞപ്പോൾ ഈ സെക്ഷൻ 124A നമ്മൾ എടുത്തു കളഞ്ഞില്ല. എന്തെടുത്തു കളഞ്ഞില്ല? ഈ സെക്ഷൻ 124A നമ്മൾ എടുത്തു കളഞ്ഞില്ല. സോ ഇന്ത്യയിൽ ഇപ്പോഴും സെഡീഷൻ ലോസ് നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഈ സെഡീഷൻ ലോസിനെതിരായിട്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് 1962 കേദർനാഥ് സിംഗ് എന്ന് പറയുന്ന കേസിൽ വിധി വരികയുണ്ടായി. എന്താണ്? ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ ഈ സെഡീഷൻ ലോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യപ്പെടാൻ പാടുള്ളൂ. എന്താണ്? കേദർനാഥ് സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ കേസ് ഓഫ് 1962. അവിടെ എന്താ പറയുന്നത്? ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മാത്രമേ, മിയർ പബ്ലിക് ക്രിറ്റിസിസം, അതായത് ഗവൺമെന്റിനെ ക്രിറ്റിസൈസ് ചെയ്ത് കഴിഞ്ഞാലൊന്നും
സെഡീഷൻ വിളിച്ചു വരുത്തില്ല. കാരണം ഗവൺമെന്റ് എന്തിന് ഇതല്ല, നമ്മളുടെ വിമർശനങ്ങൾക്ക് അധീനമല്ല. ഗവൺമെന്റ്. സോ ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള അധികാരമൊക്കെ ഉണ്ട്. അത് സെഡീഷൻ വിളിച്ചു വരുത്തുകയൊന്നുമില്ല. എന്തായിരിക്കണം, രാജ്യത്തെ ദ്രോഹിക്കുന്നതിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് പണിയെടുക്കുന്നവരെ മാത്രമേ ഈ സെഡീഷൻ പിടിച്ച് അകത്തിടാനായിട്ട് പാടുള്ളൂ എന്ന് ആര് പറഞ്ഞു? കേദർനാഥ് സിംഗില് സുപ്രീം കോടതി പറഞ്ഞു. ഓക്കെ, സോ കറന്റ് BNS വന്നപ്പോഴേക്കും, ഭാരതീയ ന്യായ സംഹിത വന്നപ്പോഴേക്കും എന്താണ്, ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ 152 എന്താ ചെയ്യുന്നേ? ഈ സെഡീഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. സെയിം സെഡീഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് അതിൽ ഉൾപ്പെടുത്താണ്ട് അവർ എഴുതിയിട്ടുണ്ട്. ഓക്കെ, സോ സെഡീഷൻ ഇന്നും നിലനിൽക്കുന്നുണ്ടോ? രാജ്യദ്രോഹ കുറ്റം ഇന്നും നിലനിൽക്കുന്നുണ്ടോ? ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഓക്കെ, സോ ഇന്ന് കോടതി ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യമാണ്. അതായത് കോടതി ആസാമിലെ 2 ജേർണലിസ്റ്റുകൾക്കെതിരായിട്ട് ഈ സെക്ഷൻ 152 ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ സെക്ഷൻ 152 അവരെ കേസിൽ പ്രതി ചേർത്തു. സോ ആ ഒരു നടപടി തെറ്റാണ് എന്ന് പറയുകയും കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇത് അധികാരമുള്ളവർ എടുത്ത് യൂസ് ചെയ്യും എന്ന് പറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ഓഫ് അബ്യൂസ് ഉള്ളത് കൊണ്ട് ഈ സെക്ഷൻ 152 നമുക്ക് എടുത്തു കളയാനായിട്ട് പറ്റുമോ എന്ന് വിമർശനാത്മകമായിട്ട് ചോദിച്ചിരിക്കുകയാണ് കോടതി ഇവിടെ. മനസ്സിലായോ? സെക്ഷൻ 152 ആളുകൾ അല്ലെങ്കിൽ ഗവൺമെന്റുകൾ അവർക്ക് ഇഷ്ടമുള്ള പോലെ യൂസ് ചെയ്യും എന്ന ഒരു പൊട്ടൻഷ്യൽ അബ്യൂസ് ഉള്ളത് കൊണ്ട് ഈ ഒരു ലോവിനെ എടുത്തു കളയാനായിട്ട് പറ്റുമോ? തീർച്ചയായിട്ടും പറ്റില്ല എന്നാണ് കോടതി അവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. കോടതിയിൽ ഈ ജേർണലിസ്റ്റുകൾ പറഞ്ഞു ഈ സെക്ഷൻ 152 എടുത്തു കളയണം, അത് നമ്മളുടെ സ്പീച്ചിനും എക്സ്പ്രഷനും ഫണ്ടമെന്റൽ റൈറ്റുകൾക്ക് എതിരാണ്. സോ കോടതി പറഞ്ഞു അത് മാത്രമല്ല, അങ്ങനെ രാജ്യത്തെ ഉള്ള അധികാരികൾ എടുത്ത് യൂസ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിതിനെ എടുത്തു കളയാനായിട്ട് പറ്റില്ല. കാരണം എന്താണ്? ഇത് ഒരു ഡബിൾ എഡ്ജഡ് സ്വാർഡാണ്. ഓക്കെ, സോ ഈ സെഡീഷൻ ലോയുടെ ഒരു ഹിസ്റ്ററി മനസ്സിലായല്ലോ. 1960 മുതൽ 1970 ആരംഭിച്ചത്. ദെൻ എന്താണ് നമ്മളുടെ കൊളോണിയൽ പീരീഡിൽ എവിടെയൊക്കെ ഉണ്ടായിരുന്നു? ഈവൻ നമ്മളുടെ മഹാത്മാഗാന്ധി അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളുടെ ബാലഗംഗാധര തിലക് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് സെഡീഷൻ ലോയിലാണ്. അങ്ങനെ ഒരുപാട് പേര് ഈ സെഡീഷൻ ലോയിൽ അന്ന് കൊളോണിയൽ പീരീഡിൽ അകത്ത് പോയിട്ടുണ്ട്. പക്ഷേ കൊളോണിയൽ പീരീഡ് കഴിഞ്ഞിട്ടും ഇന്ത്യ ഇൻഡിപെൻഡന്റ് ആയിട്ടും ഇന്ത്യ സെഡീഷൻ ലോയിൽ വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല. ഓക്കെ, ഇന്നും ഭാരതീയ ന്യായ സംഹിത വന്നപ്പോഴും അത് ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. ഒരു ഇമ്പോർട്ടന്റ് കേസ് ലോ നമ്മളിവിടെ പഠിച്ചു, കേദർനാഥ് സിംഗ് വെസസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഓക്കെ, കേദർനാഥ് സിംഗ് വെസസ് സ്റ്റേറ്റ് ഓഫ് ബീഹാർ. ഈ കേസ് ലോകളൊക്കെ നമ്മൾ എങ്ങനെ ഓർത്തിരിക്കും എന്ന് പലരും എന്നോട് ചോദിക്കാറുണ്ട്. കേസ് ലോകൾ ഓർത്തിരിക്കാനായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ഈ വിഷയങ്ങൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഓക്കെ, സോ നെക്സ്റ്റ് ഡേ സെഡീഷനെ കുറിച്ച് ഒരു ലോ വന്നു കഴിഞ്ഞാൽ അത് നമ്മൾ റിവൈസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം. ഓക്കെ ആണോ? സോ ഇന്ന് നമ്മൾ എന്തിനെ കുറിച്ചൊരു ന്യൂസ് വന്നു? ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് വന്നപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ച ഇസ്രായേൽ പാലസ്തീൻ വിഷയം നമ്മൾ റിവൈസ് ചെയ്തില്ലേ? അതേപോലെ സെഡീഷനെ കുറിച്ചിട്ടൊരു ന്യൂസ് വാർത്തയിൽ വന്നു കഴിഞ്ഞാൽ, ഇനി ചിലപ്പോൾ ഞാൻ സെഡീഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യണം എന്നില്ല, പക്ഷേ അങ്ങനെ ഒരു വാർത്ത നിങ്ങളുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മളൊന്ന് റിവൈസ് ചെയ്യണം. ഓക്കെ, ഒരു വിത്തിൻ 1 to 2 മിനിറ്റ്സിൽ നമ്മളൊന്ന് റിവൈസ് ചെയ്ത് പോകണം. എന്തൊക്കെയാണ് എനിക്ക് ഓർമ്മയുള്ളത്, ദെൻ ഓർമ്മയില്ലാത്ത കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്റെ സ്ലൈഡുകളിലേക്ക് പോയിട്ട് അത് ഏതാണെന്നുള്ളത് നോക്കണം. സോ കേദർനാഥ് സിംഗ് നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമ്മൾ മറന്നുപോകും. ഓക്കെ, ദെൻ ബാൽഫോർഡ് ഡിക്ലറേഷൻ നിങ്ങൾ എത്ര പേര് ഓർത്തിരുന്നിട്ടുണ്ടായിരുന്നു? എന്തോ ഒരു ഡിക്ലറേഷൻ ആണെന്ന് അറിയാം, പക്ഷെ ബാൽഫോർഡ് ഡിക്ലറേഷൻ 1917 ആണെന്നുള്ളത് പലരും മറന്നുപോയിട്ടുണ്ടാവും. സോ മറക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്, പക്ഷേ ഓർക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം. മറക്കുവാൻ ഭയങ്കര എളുപ്പമാണ്, ഓർക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ ഒന്ന്. ഓക്കെ, ഇവിടെ ഇപ്പൊ നിങ്ങളെ ഒരു കാര്യം കൂടി എനിക്ക് ഓർമ്മിപ്പിക്കാനായിട്ടുണ്ട്. ഇന്നത്തെ ന്യൂസിന്റെ ഫസ്റ്റ് പേജിൽ എന്താണ് ഉണ്ടായിരുന്നത്? ഫസ്റ്റ് പേജിൽ ഇംപീച്ച്മെന്റ് അല്ല, റിമൂവിംഗ് ദ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ റിമൂവ് ചെയ്യാനായിട്ടുള്ള നടപടികൾ ലോകസഭയിൽ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്ന് റിവൈസ് ചെയ്തേ. ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ, അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിനെ, ഒരു സുപ്രീം കോടതി ജഡ്ജിനെ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത്? ഒരു 2 മിനിറ്റിൽ ഒന്ന് റിവൈസ് ചെയ്തേ. ഇപ്പോ ഹൈക്കോടതി ജഡ്ജിന്റെ ഒരു വാർത്ത വന്നു.
അല്ലെങ്കിൽ റിമൂവലുമായി ബന്ധപ്പെട്ട് വാർത്ത വന്നു. സോ ഞാൻ മനസ്സിലേക്ക് പോയി അതിന്റെ പ്രൊസീജിയേഴ്സ് ലക്ഷ്മികാന്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പഠിച്ചിരിക്കേണ്ട കാര്യം അതിന്റെ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. ലോകസഭയിലും രാജ്യസഭയിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ലോകസഭയിലാണെങ്കിൽ 100 പേര് അതിനെ പിന്താങ്ങിയിരിക്കണം. രാജ്യസഭയിലാണെങ്കിലോ 50 പേര് അതിനെ പിന്താങ്ങിയിരിക്കണം. ഓക്കെ, ദെൻ ഈ റെസൊല്യൂഷൻ പുട്ട് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞാൽ 50 or 100% ഷുഡ് സപ്പോർട്ട് ഓർ അപ്ഹോൾഡ് ദിസ് റെസൊല്യൂഷൻ. ദെൻ ഇത് ആരുടെ കയ്യിലേക്ക് വരും? നമ്മളുടെ ലോകസഭാ സ്പീക്കർ അല്ലെങ്കിൽ രാജ്യസഭാ ചെയർമാന്റെ മുന്നിലേക്ക് വരും. ദെൻ ഇവരത് അക്സെപ്റ്റ് ചെയ്യണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കും. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നേരെ വോട്ടിനിട്ടിട്ട് അവരെ പുറത്താക്കുവോ? ഇല്ല. അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 3 മെമ്പർ കമ്മിറ്റിയെ സ്പീക്കർ അല്ലെങ്കിൽ ചെയർപേഴ്സൺ വെക്കും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യും. ഒരു 3 മെമ്പർ കമ്മിറ്റിയെ ക്രിയേറ്റ് ചെയ്യും. അതിൽ ലോ റിലേറ്റഡ് ആയിട്ടുള്ള ആളുകളും ഉണ്ടാകും. ദെൻ ഈ 3 മെമ്പർ കമ്മിറ്റി ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് എൻക്വയറി നടത്തിയിട്ട് സ്പീക്കറിന് റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യും? സ്പീക്കർ ഇതിന്മേല് ഈ സ്പീക്കറിന്റെ റിപ്പോർട്ടിന് മേല് ചർച്ച നടത്തും. ഓക്കെ, സ്പീക്കറിന്റെ റിപ്പോർട്ടിന്മേല് ചർച്ച നടത്തും. എന്നിട്ട് അത് വോട്ടിനിടും. ഓക്കെ, എന്നിട്ട് അത് വോട്ടിനിട്ട് കഴിഞ്ഞാൽ എന്ത് മെജോറിറ്റിയിൽ പാസ്സാകണം? സിമ്പിൾ മെജോറിറ്റിയിൽ പാസ്സായാൽ മതിയോ? പോരാ, അത് സ്പെഷ്യൽ മെജോറിറ്റിയിൽ പാസ്സാകണം. സ്പെഷ്യൽ മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സിന്റെ മെജോറിറ്റി ഉണ്ടാകണം. ദെൻ വേറെ എന്താണ്? 2/3 ഓഫ് ദ മെജോറിറ്റി പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ഇപ്പോ നിലവില് ഇന്ന് വന്നിട്ടുള്ളവരിൽ 2/3 ഉണ്ടാകണം മെജോറിറ്റി. ദെൻ ടോട്ടൽ മെമ്പേഴ്സ്, മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് കൂടി ഉണ്ടാവും. അത് ഓട്ടോമാറ്റിക്കലി എന്തായാലും 2/3 മെജോറിറ്റി ഉണ്ടെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കേസസിലും നമ്മളുടെ ഈ മെജോറിറ്റി ഓഫ് ദ ടോട്ടൽ മെമ്പേഴ്സ് ഉണ്ടാകും. ഓക്കെ, സോ ഇന്ന് വന്നിട്ടുള്ളതിൽ സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് പാസ്സാകേണ്ടത്. സ്പെഷ്യൽ മെജോറിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2/3 ഓഫ് ദ മെമ്പേഴ്സ് പ്രസന്റ് ആൻഡ് വോട്ടിംഗ്. ദെൻ വേറെ എന്താണ്? ടോട്ടൽ മെജോറിറ്റി ഓഫ് ദ മെമ്പേഴ്സ്. സോ ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ പ്രസിഡന്റിന്റെ അടുത്തേക്ക് പോവുകയും പ്രസിഡന്റ് ആരെ റിമൂവ് ചെയ്യും? ഹൈക്കോടതി ജഡ്ജിയെയും സുപ്രീം കോടതി ജഡ്ജിയെയും റിമൂവ് ചെയ്യും. സോ ഇങ്ങനെയാണ് റിമൂവലിന്റെ അല്ലെങ്കിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയെ റിമൂവ് ചെയ്യുന്നത്. സോ റിവൈസ് ചെയ്തല്ലോ. ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരുന്നോ എന്ന് നിങ്ങൾ നോക്കണം. മനസ്സിലായോ? സോ അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത ന്യൂസുകൾ ചിലപ്പോൾ ഞാനിവിടെ ഡിസ്കസ് ചെയ്ത് പോകത്തില്ല, അല്ലെങ്കിൽ മുന്നേ പറഞ്ഞ ചില ന്യൂസുകൾ ചിലപ്പോൾ ഡിസ്കസ് ചെയ്ത് പോകത്തില്ല, കാരണം ടൈം കൺസ്ട്രെയിന്റ് ആണ്. സോ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് പത്രം എന്ത് ചെയ്യണം? പത്രം റിവിഷന് വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യണം. ഇന്ന് ഹൈക്കോടതി ജഡ്ജിയെ കുറിച്ചൊരു ന്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആരാണ്, എങ്ങനെയാണ് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യണം, അല്ലെങ്കിൽ റിമൈൻഡ് ചെയ്യണം. അധികം സമയമൊന്നും എടുക്കണ്ട, 2-3 മിനിറ്റിനുള്ളിൽ നമ്മൾ ഈ റിവിഷൻ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ഇനി പേപ്പറുകളെ ഒരു റിവൈസിങ് പാറ്റേണിൽ നമുക്ക് കൊണ്ടുപോകാം. ഇനി കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ ആഡ് ചെയ്യും. ദെൻ വീക്ക്ലി ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കൂടുതലായിട്ടൊക്കെ ചെയ്ത് ഇപ്പൊ നിങ്ങൾക്ക് ഒരു കണ്ടന്റ് ബിൽഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ബേസ് ബിൽഡ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിനു മേലെ നമ്മളുടെ സിവിൽ സർവീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും പ്രിലിംസ് ഓറിയന്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളെല്ലാം നമ്മൾ ഇനി വരുന്ന ക്ലാസ്സുകളിലേക്ക് ചെയ്യും. ഓക്കെ.